നമസ്കാരം. ഞാൻ രാജലക്ഷ്മി പിള്ളൈ, ഇഗ്നുവിൻ്റെ കൊച്ചിൻ കേന്ദ്രയിൽ നിന്ന്. ഇന്ന് BHIC 131-ൻ്റെ 14-ാമത്തെ യൂണിറ്റ് പറയുമ്പോഴത്തേക്കും മൗര്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റമും അവരുടെ ഓർഗനൈസേഷനാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. കാരണം ഇത് essay ക്വസ്റ്റ്യൻസിനൊക്കെ ചോദിക്കാറുള്ള ഒരു സാധാരണമായിട്ട് മൗര്യൻ അഡ്മിനിസ്ട്രേഷൻ വളരെ വളരെ പ്രാധാന്യമുള്ള ഒരു ചാപ്റ്ററാണ്. അതുകൊണ്ട് ഇന്നൊരൊറ്റ ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളൂ. അത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എല്ലാ കുട്ടികളും അവനവൻ്റെ സ്റ്റഡി മെറ്റീരിയൽ റെഫർ ചെയ്യുക. എല്ലാ വേർഡ് ബൈ വേർഡ് നമുക്ക് ക്ലാസ്സിൽ പറയാൻ പറ്റില്ല. കംപ്രസ് ചെയ്ത് മിനിമം ആയിട്ട് നമ്മൾ എത്രത്തോളം അതിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ടോ അതനുസരിച്ചിട്ടാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് പോകാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം നല്ലപോലെ ഈ ലെസനെ വായിച്ചിരിക്കണം. നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റഡി മെറ്റീരിയൽ നല്ലപോലെ വായിച്ച് തറവാക്കുക. അതിൽ നിന്ന് 6 മാർക്ക് ക്വസ്റ്റ്യനും ചോദിക്കാം, 12 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കാം, 20 മാർക്കിന്റെ ക്വസ്റ്റ്യനായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെസനാണ്. അത് നല്ല വൃത്തിയായിട്ട് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. സംശയങ്ങളൊക്കെ മാർക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വളരെ എളുപ്പമായിട്ട് തോന്നും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെസൺ ആണിത്. അതുകൊണ്ടാണ് നമ്മൾ ഇന്നൊരൊറ്റ ടോപ്പിക്ക് നമ്മൾ കവർ ചെയ്യുന്നുള്ളൂ. കാരണം ഇതിൻ്റെ മൂല്യം അത്രത്തോളം ഉണ്ട്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം. അപ്പം നമ്മൾ ഇന്നലെ വരെ മൗര്യൻ്റെ തുടക്കവും മൗര്യൻ എന്തുകൊണ്ടാണ് എങ്ങനെ വന്നു എന്നുള്ളതൊക്കെ നമ്മൾ ചന്ദ്രഗുപ്ത മൗര്യ പൊസിഷനിലേക്ക് വരുന്നത് എങ്ങനെയാണ് എന്നുള്ളത് കണ്ടു. ഈ പാഠത്തിൽ നമ്മൾ ഒരു വേർഡ് പ്രത്യേകമായിട്ട് നമ്മൾ ഒരു വേർഡ് ഉപയോഗിക്കുന്നുണ്ട്, എംപയർ അല്ലെങ്കിൽ പ്രധാന രാജ്യം. എന്തുകൊണ്ടാണ് അത് അങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ ഓരോ രാജാക്കന്മാരും വരുമ്പോഴും അവരുടെ അതിർത്തികൾ, വലിയ അതിർത്തികളെ അവർക്ക് അടുത്ത അതിർത്തിയിലേക്ക് ചേർത്തുക. അപ്പൊ എത്രത്തോളം വലിയ അതിർത്തി, വലിയ രാജ്യമായിട്ട് വരുമ്പോൾ അപ്പോഴാണ് നമ്മൾ എംപയർ എന്നുള്ള അല്ലെങ്കിൽ ഇമ്പീരിയൽ എന്നുള്ള ഒരു വേർഡ് ഉപയോഗിക്കുന്നത്. കാരണം ഇതിൽ നമ്മൾ ഇന്നലെ ഞാൻ പറഞ്ഞു 3 വിധത്തിലാണ് ഒരു രാജ്യത്തിന്റെ വികസനം നടക്കുന്നത്. ആദ്യത്തെ ഇത് നമ്മൾ ഫ്രണ്ട്ലി ആയിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ബേസിസിലാണ് രാജാവും മറ്റേ അടുത്ത രാജാവും തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ബേസിൽ അവർ എക്സ്റ്റൻഷൻ കൊടുക്കും, നല്ലൊരു സുഹൃത്ത് എന്നുള്ള ലെവൽ. പിന്നെ ആ സുഹൃത്ത് ബന്ധം വലുതായിട്ട് ഒരു കല്യാണ വിശേഷങ്ങൾ അല്ലെങ്കിൽ ഒരു മാട്രിമോണിയൽ കല്യാണം കൊണ്ട് അപ്പൊ സ്വന്തക്കാരാവും. ഈ 3 വിധത്തിലാണ് രാജ്യം വികസിക്കുന്നത്, അതായത് അവരുടെ സ്ഥലങ്ങൾ വികസിക്കുന്നത്. ആദ്യം ഫ്രണ്ട്ഷിപ്പ് കിട്ടുന്നു, പിന്നെ അവർ ബന്ധക്കാരാവുന്നു അല്ലെങ്കിൽ സ്വന്തക്കാരാവുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിക്കുമ്പോൾ അവര് റിലേഷൻ ആവും. ആ സ്വന്തക്കാരായി കഴിയുമ്പോൾ അവിടത്തെ അംഗരാജാവും ഇവിടത്തെ റാണിയും അല്ലെങ്കിൽ ഇവിടത്തെ ഒരു രാജകുടുംബത്തിലുള്ള കുട്ടികളായിട്ട് കല്യാണം കഴിക്കുമ്പോൾ അവർ തമ്മിൽ സ്വന്തക്കാരായി. അപ്പൊ അതിന്റെ പരസ്പരം പിന്നത്തെ 3-ാമത്തെ ഭാഗം എന്ന് പറയുന്നത് യുദ്ധമാണ്. അപ്പോ ഒരു യുദ്ധം വരുമ്പോൾ ഒരു രാജ്യത്തിന്റെ സ്വന്തക്കാരായ അടുത്ത രാജ്യത്തിലുള്ളവര് അവർക്ക് എല്ലാവിധ സപ്പോർട്ടും കൊടുക്കും. എല്ലാവിധ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആൾക്കാര് ഫൈറ്റ് ചെയ്യാനായിട്ടുള്ള ഭടന്മാരെ കൊടുക്കും, ആയുധങ്ങൾ കൊടുക്കും, ധനം കൊടുക്കും. എല്ലാ വിധത്തിലും രാജാവ് തന്നെ, അടുത്ത നാട്ടിലെ രാജാവ് തന്നെ കൂടെ വന്ന് രാജാവും രാജാവിൻ്റെ കുട്ടികളും അല്ലെങ്കിൽ രാജകുമാരന്മാരൊക്കെ യുദ്ധത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അല്ലെങ്കിൽ സ്വന്തക്കാരുടെ യുദ്ധത്തിൽ കൂടെ ചേർന്ന് അവരെ സഹായിക്കും. പിന്നെ ഇങ്ങനെ നമ്മൾ ഇത് വിധത്തിൽ അങ്ങനെ വരുമ്പോഴാണ് ഇവര് രാജസൂയം ഒക്കെ നടത്തുന്നത് അല്ലെങ്കിൽ അശ്വമേധം നടത്തുന്നു. ഇങ്ങനെ നടത്തി അവര് അടുത്ത ചെറിയ ചെറിയ രാജ്യങ്ങളെ തങ്ങളുടെ കൺട്രോളിൽ കൊണ്ടുവരുമ്പോൾ വലിയ ഒരു രാജ്യം അവർക്ക് കെട്ടപ്പെടുന്നു. ആ വലിയ രാജ്യത്തിന്റെ ബെനിഫിറ്റ് കൊണ്ട് അവർ വലിയ വിധത്തിൽ എല്ലാവിധം ഓരോ രാജ്യങ്ങൾ കൂട്ടി കൊണ്ടുവരുമ്പോഴത്തേക്കും പല ഘടകങ്ങളായിട്ട് അത് കയറി വരികയാണ്. അവിടെ പല തരത്തിലുള്ള ആൾക്കാർ ജീവിക്കുന്നുണ്ടാവും. പലതരത്തെന്ന് വെച്ചാൽ പല ജാതിയിൽപ്പെട്ടവരോ അല്ലെങ്കിൽ ഗോത്രത്തിൽപ്പെട്ടവരോ അല്ലെങ്കിൽ വർണ്ണത്തിൽപ്പെട്ടവരോ ജീവിക്കുന്നുണ്ട്, പല വിധത്തിലുള്ളവർ. പിന്നെ അത് മാത്രമല്ല, അവരുടെ സോഷ്യൽ അല്ലെങ്കിൽ സമൂഹത്തിന്റെ ഒരു ഭദ്രത, സമൂഹത്തിന്റെ സാമ്പത്തിക ഭദ്രത, അവരുടെ കൾച്ചറലായിട്ടുള്ള പാറ്റേൺസ്, ഇതൊക്കെ അവരുടെ മതം
അല്ലെങ്കിൽ അവര് സംസാരിക്കുന്ന ഭാഷ, ഇതൊക്കെ കൂടിയാണ് വരുന്നത്. അപ്പൊ ഇങ്ങനെ വലിയ പല വിധത്തിലുള്ള ആൾക്കാർ ചേരുമ്പോഴത്തേക്കും പല വിധത്തിലുള്ള ഇന്ററാക്ഷൻസ് അല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സമീപനം കാരണം എല്ലാ വിധത്തിലും അവർക്ക് രാജ്യത്തിന് ബെനിഫിറ്റ് കിട്ടുന്നു, അല്ലെങ്കിൽ രാജ്യത്തിന് അതുകൊണ്ട് പുരോഗതി ഉണ്ടാവും. ഇവിടെ നമ്മൾ ചോദിക്കും, ഇതൊക്കെ നമ്മൾ എങ്ങനെ അറിയുന്നു? നമ്മൾക്ക് അറിയാൻ പറ്റുന്നത് ഈ ഇതിനെ പറ്റിയൊക്കെ പുസ്തകങ്ങളിൽ എഴുതിയിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു, ബുദ്ധമതവും ജൈനമതവും പല വിധത്തിലുള്ള പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതുകൂടാണ്ട് ഇവിടെ വന്നു പോയിട്ടുള്ള യവനന്മാരും ലാറ്റിൻ ആൾക്കാരും പല പുറത്ത് രാജ്യങ്ങളിൽ നിന്ന്, നമ്മുടെ ഏഷ്യയിലല്ലാത്ത പുറത്ത് രാജ്യങ്ങളിൽ വരുന്നവര് അവരുടെ ലിറ്ററേച്ചർ, അവരുടെ എഴുത്തുകുത്തുകൾ, ലേഖനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ നമ്മൾ ലിറ്റററി എന്നുള്ള ലെസൺസിൽ വരുമ്പോ പുരാണങ്ങളിൽ നിന്നും മനസ്സിലാവുന്നു, വേദങ്ങളിൽ നിന്നും മനസ്സിലാവുന്നു, ആ കാലഘട്ടത്തിൽ ആ രാജ്യത്തിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആ പുരാണങ്ങളിൽ വരിക. അതേമാതിരി ആർക്കിയോളജിക്കൽ എവിഡൻസസ്, എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് കുഴിച്ചെടുക്കുമ്പോൾ കിട്ടി, ഇങ്ങനത്തെ കാര്യങ്ങളിൽ വെച്ചിട്ടാണ് നമ്മൾ ഓരോ ചരിത്രം അല്ലെങ്കിൽ ഓരോ രാജാവിന്റെ സമയം, ഏത് കാലത്താണ് അങ്ങേര് ജീവിച്ചിരുന്നത്, എവിടേക്കാണ് യുദ്ധം നടത്തിയത്, എങ്ങനെയാണ് വലുത അവരുടെ രാജ്യത്തിനെ വികസിപ്പിച്ചെന്നൊക്കെ ഈ കാര്യങ്ങൾ മുഖാന്തരമാണ് നമുക്ക് കിട്ടുന്നത്, ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നത്. ഇനി ഈ മൗര്യൻ കിങ്ഡത്തിൽ അല്ലെങ്കിൽ മൗര്യ രാജാവിന്റെ സമയത്ത്, ചന്ദ്രഗുപ്ത മൗര്യയുടെ സമയത്ത് അവരുടെ ഏറ്റവും കൂടുതലായിട്ട് വന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞു, മഹാപത്മനന്ദ, ഇവർക്ക് മുമ്പ് നന്ദാസ് ആയിരുന്നു. ആ മഹാപത്മനന്ദ ലാസ്റ്റ് റൂളർ, അല്ലെങ്കിൽ അവസാനത്തെ രാജാവാണ് മഹാപത്മനന്ദ. ഈ മഹാപത്മനന്ദയുടെ കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ഇവർക്ക് ചന്ദ്രഗുപ്ത മൗര്യക്ക് നന്ദിയെ യുദ്ധത്തിൽ തോൽപ്പിക്കാൻ സാധിച്ചതെന്ന് വെച്ചാൽ, കാരണം മഹാപത്മനന്ദ അത്രയും ഇമ്പോർട്ടൻസ് ഒന്നും അല്ലെങ്കിൽ അത്രയും കാര്യമായിട്ട് ഭരണം നടത്തിയിരുന്നില്ല. രണ്ടാമത് ലഹരി പദാർത്ഥങ്ങളിലും ഒക്കെ ഇൻവോൾവ് ആയതുകൊണ്ട് അങ്ങേർക്ക് അതിലായിരുന്നു കൂടുതൽ താല്പര്യം. അല്ലാണ്ട് രാജ്യത്തിന്റെ സമ്പത്തതി അല്ല, രാജ്യത്തിന്റെ എത്രത്തോളം രാജ്യത്തിനെ പ്രൊട്ടക്ട് ചെയ്യണം, അല്ലെങ്കിൽ എത്രത്തോളം രാജ്യത്തിനെ നമ്മൾ ഒതുക്കി, അല്ലെങ്കിൽ അവർക്ക് വേണ്ടത് രാജഭരണത്തിൽ ചലിക്കാണ്ടിരുന്നത് കൊണ്ടും ശ്രദ്ധിക്കാണ്ടിരുന്നു. അപ്പോൾ ആൾക്കാരെല്ലാരും പല വിധത്തിലും ആ രാജാവിന്റെ ഒരു വീക്ക്നെസ് എന്ന് പറയാം, അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയി പോയപ്പോൾ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്വഭാവമായപ്പോൾ, മഹാപത്മനന്ദയുടെ ഈ സ്വഭാവത്തിനെ ചന്ദ്രഗുപ്ത മൗര്യ എന്ന് പറയുന്ന യുവാവ്, നമ്മൾ ഇന്നലെ ഞാൻ പറഞ്ഞു പല വിധത്തിലുള്ള കഥകളുണ്ട്. നന്ദ ഡൈനാസ്റ്റിയുടെ അല്ലെങ്കിൽ നന്ദയുടെ റൂളറിന്റെ ഒരു ശൂദ്ര സ്ത്രീയിൽ ജനിച്ച മകനാണ് ചന്ദ്രഗുപ്ത മൗര്യ. എങ്ങനെയാണ് മൗര്യൻ എന്നുള്ള പേര് വന്നതെന്നുള്ളതിനെ പറ്റി അപ്പോ പല കഥകളാണ് ഉള്ളത്. അതിൽ അങ്ങനെ വന്നപ്പോൾ മനസ്സിൽ ഒരു വിഷമമുള്ളപ്പോൾ അവരെ തക്ക നോക്കിയിരുന്നിട്ട് എപ്പോഴാണോ ഒരു വീഴ്ച കാണുന്നത്, അഡ്മിനിസ്ട്രേഷനിൽ അല്ലെങ്കിൽ നാട്ടുഭരണത്തിൽ ഒരു വീഴ്ച വന്നപ്പോൾ ആ സമയത്തിനെ നല്ല വിധത്തിൽ ഉപയോഗിച്ചു. അങ്ങേരുടെ ശേഷം മഹാപത്മനന്ദയ്ക്ക് ശേഷം വന്നത് മഹാപത്മനന്ദ അവസാന ഘട്ടങ്ങളായപ്പോഴത്തേക്കും ജൈനമതം സ്വീകരിക്കുന്നു, രാജ്യം വിട്ടു പോകുന്നു. അത് കഴിഞ്ഞിട്ട് പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും ബിന്ദുസാര ചന്ദ്രഗുപ്തയുടെ സണ്ണാണ്. അങ്ങേരാണ് അടുത്ത രാജാവായിട്ട് വരുന്നത് മൗര്യൻ ഡൈനാസ്റ്റിയിൽ. ആ മൗര്യൻ ഡൈനാസ്റ്റി വന്ന ശേഷം പുള്ളിയും ഒരു എക്സ്പാൻഷൻ ഒക്കെ നടത്തുന്നുണ്ട്. ഈ എക്സ്പാൻഷൻ എന്ന് വന്നപ്പോഴത്തേക്കും ഇന്നലെ ഞാൻ പറഞ്ഞു എങ്ങനെയായിരുന്നു അച്ഛനും മകനും തമ്മിലുള്ള വ്യത്യാസം. ഒരാള് നല്ല വിധത്തിൽ നോക്കിയെങ്കിൽ മറ്റൊരാള് അത്രയും കാര്യമായിട്ടൊന്നും നോക്കിയില്ല. പക്ഷെ എക്സ്പാൻഷൻ ഉണ്ടായിരുന്നു, റാഷ് ആയിട്ട് അല്ലെങ്കിൽ വളരെ റഫായിട്ടായിരുന്നു ഡീൽ ചെയ്തിരുന്നത്. അതിനുശേഷം ആ ബിന്ദുസാരയ്ക്ക് ശേഷം വരുന്നത് ഒരു അശോകൻ അല്ലെങ്കിൽ ദ ഗ്രേറ്റ് അശോക എന്ന് പറയാം. ഇങ്ങേരുടെ 4 കുട്ടികളിൽ ഒരാളാണ് അശോക. അശോക വന്നിട്ട് രാജ്യം
രാജ്യത്തിന്റെ ക്രൗൺ എടുത്തു കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ രാജ്യാധികാരം എടുത്തു കഴിഞ്ഞ ശേഷം വളരെ സ്ട്രോങ് ആയിട്ടുള്ള വ്യത്യാസങ്ങൾ നമുക്കിവിടെ കാണപ്പെടുന്നു, അതായത് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ. കാരണം എന്താന്ന് വെച്ചാൽ അശോകന്റെ പോളിസി അല്ലെങ്കിൽ അശോക രാജാവ് ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള പോളിസി, അശോകന്റെ കാലഘട്ടത്തിലാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കലിംഗ വാർ നടക്കുന്നത്. എക്സ്പാൻഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ രാജ്യം വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് വാറിലേക്ക് പോകുന്നു, കലിംഗ വാർ നടത്തുന്നു. അതിനുശേഷം കലിംഗ വാറിലെ ബുദ്ധഭിക്ഷു വന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയതൊക്കെ തിരിച്ചു കൊടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ നിങ്ങളുടെ പോളിസി കൊണ്ട് എങ്ങനെയൊക്കെ ഒരു മാനസാന്തരം വന്ന ശേഷം ബുദ്ധമതം സ്വീകരിക്കുന്നു. ബുദ്ധമതം സ്വീകരിച്ച ശേഷം എല്ലാവിധ വാറുകളും നിർത്തണം എന്നുള്ള ഒരു അഭിപ്രായത്തിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു പോളിസി ധർമ്മമായിട്ട് ധാമ എന്ന് പറഞ്ഞിട്ട് ഒരു പോളിസി അങ്ങനെ, അല്ലെങ്കിൽ ഒരു വാറും ഒരു യുദ്ധമില്ലാണ്ട് ആൾക്കാർക്ക് വേണ്ട നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അതാണ് അശോകനെ നമ്മൾ അശോക ദ ഗ്രേറ്റ് എന്ന് പറയാ. അപ്പോൾ അശോകന്റെ കാലഘട്ടത്തിൽ പല വിധത്തിലുള്ള സുഖങ്ങളും ആൾക്കാർക്ക് ചെയ്തു കൊടുത്തു. ആ സമയത്തുള്ള രാജ്യഭരണം വളരെ നന്നായിരുന്നു. ധർമ്മത്തിനെ വളരെ പ്രാധാന്യം കൊടുത്ത്, അല്ലെങ്കിൽ കെയറിന് ആൾക്കാരെ, ജനത്തിന്റെ സന്തോഷമാണ് എന്റെ സന്തോഷം എന്നുള്ള നിലയിൽ ഭരിച്ചത് കൊണ്ടാണ് അശോകന് നമ്മളുടെ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഇത്രയും ഇമ്പോർട്ടന്റ് ആണ്. ആ സമയത്ത് പില്ലേഴ്സിൽ നമ്മൾ പറഞ്ഞു അശോകന്റെ ചക്രങ്ങള്, അശോകന്റെ എഡിക്ട്സ്, അശോകന്റെ കുട്ടികളെ തന്നെ പല രാജ്യങ്ങളിലേക്ക് പറഞ്ഞയച്ച് ബുദ്ധമതം പ്രചരിപ്പിക്കാനും വരുന്നു. നമ്മളുടെ ഇന്ത്യൻ ഫ്ലാഗിൽ വന്നിട്ടുള്ള അശോക ചക്രം, ആ 4 ലയന്റെ ചക്രം, അത് അശോകന്റെ എഡിക്സിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അശോകൻ ഈ പീരീഡ് അല്ലെങ്കിൽ മൗര്യന്റെ വംശം ഒരു വല്ലാത്തൊരു ഇമ്പോർട്ടൻസ്, ഭയങ്കരമായിട്ടുള്ള ഒരു പ്രാധാന്യം ഇന്ത്യൻ ഹിസ്റ്ററിയിൽ അർഹിക്കുന്നത് അതുകൊണ്ടാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് അവര് ഭരിച്ചിരുന്നത്, രാജഭരണം എങ്ങനെയാണ് അവര് ഭരിച്ചിരുന്നത്, എന്ത് വിധത്തിൽ അവർ ഭരിച്ചിരുന്നു. നല്ലൊരു അഡ്മിനിസ്ട്രേഷൻ, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ ആണ് അല്ലെങ്കിൽ പോളിസിയാണ് അവർ അഡോപ്റ്റ് ചെയ്തിരുന്നത്. കാരണം അത്രത്തോളം ഇതിൽ ട്രയാങ്കിൾ മാരി വയ്ക്കാം നമുക്ക് വേണമെങ്കിൽ. എന്താ വെച്ചാൽ സെൻട്രൽ ആയിട്ട് രാജാവ് ഉണ്ടെങ്കിൽ കൂടിയും രാജാവിന്റെ സൗകര്യങ്ങൾ അല്ലെങ്കിൽ ഈ അഡ്മിനിസ്ട്രേഷനെ പറ്റി നമുക്ക് കിട്ടുന്നത് മുഴുവനും അശോകന്റെ എഡിക്സ്, അതിൽ റോക്ക് ഇൻസ്ക്രിപ്ഷൻസ് ഉണ്ട്. കൂടാണ്ട് മെഗസ്തനീസ് ആ സമയത്ത് ഇവിടെ താമസിച്ചിരുന്നു. അങ്ങേരെ എഴുതിയ ഇന്ത്യ എന്ന ബുക്ക്, അർത്ഥശാസ്ത്ര കൗടല്യയുടെ അർത്ഥശാസ്ത്രയിലും രാജാവിന്റെയും രാജ്യഭരണത്തിന്റെയും ഏതൊക്കെ വിധത്തിൽ എന്തൊക്കെ വിധത്തിലാണ് അവർ എങ്ങനെയൊക്കെയാണ് ഡിവൈഡ് ചെയ്തിരുന്നത്, എങ്ങനെയൊക്കെയാണ് ഭാഗിച്ച് ഭരണം നടത്തിയിരുന്നത്, സൗകര്യപ്രദമായ ഭരണം നടത്തിയിരുന്നതെന്നൊക്കെ അറിയുന്നത് അതിൽ നിന്നാണ്. അപ്പോ അർത്ഥശാസ്ത്രയിൽ നമുക്ക് പ്രധാനമായിട്ട് 7 കാര്യങ്ങൾ പ്രത്യേകം പറയുന്നുണ്ട്. രാജാവ് മുഖ്യം, രാജാവ് ഏറ്റവും സെന്ററിലെ രാജാവിനെ ചുറ്റി ഒരു മിനിസ്റ്റേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും, ഒരു സർക്കിൾ. അതായത് ഈ മന്ത്രിമാർക്ക് അല്ലെങ്കിൽ മിനിസ്റ്റേഴ്സിന്റെ പദവി എന്താന്ന് വെച്ചാൽ രാജാവിന് വേണ്ട വിധത്തിലുള്ള വിശദീകരണം പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ രാജാവിന് വേണ്ട വിധത്തിൽ ഉപകാരം ചെയ്തു കൊടുക്കുക, ബുദ്ധി പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെ ചെയ്യണ. ഓരോ മിനിസ്റ്ററും അല്ലെങ്കിൽ ഓരോ മന്ത്രിയും അവർക്ക് അവരുടേതായ ഓരോ ഡിപ്പാർട്ട്മെന്റ് കൊടുത്തിട്ടാണ് ഇത് വലിക്കുന്നത്. അപ്പോൾ അർത്ഥശാസ്ത്രയിൽ പറഞ്ഞു രാജാവ് മാത്രം ഒറ്റയ്ക്കല്ല കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. ഇതിൽ 7 കർമ്മം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയ എലിമെന്റ്സ് ആണ്. പിന്നെ ജനപദ എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ്സ്, പിന്നെ ദുർഗ എന്ന് പറയുന്നത് ഫോർട്ടാണ്. ഓരോ രാജ്യത്തിന്റെയും ആ ബൗണ്ടറീസിനെ സൂക്ഷിക്കുന്നത് അവര് ഫോർട്ട് കെട്ടിയിട്ടാണ്, അല്ലെങ്കിൽ കോട്ട എന്ന് പറയാം. ഈ കോട്ട നോക്കാൻ ആൾക്കാര്, കോട്ടയിലുള്ള എല്ലാവിധ എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ ഘോഷ ഇതൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ഇവിടെ കാണുന്നത് എന്താന്ന് വെച്ചാൽ ഡെലിഗേഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ നമ്മളുടെ ഡ്യൂട്ടീനെ, നമ്മളുടെ പ്രവർത്തികളെ ഭാഗിച്ച് ഓരോരുത്തർക്കും ഓരോ ഏരിയ ഏൽപ്പിച്ചു കഴിയുമ്പോൾ അത് അവർ നന്നായിട്ട് ചെയ്യുക, നല്ല വൃത്തിയായിട്ട് ചെയ്യുമ്പോൾ ഇതെല്ലാം കൂടെ അവസാനം വരുന്നത് സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ ആണെന്ന് പറയാം.
പക്ഷേ എങ്കിൽ കൂടിയും എല്ലാത്തിൻ്റെയും ഫൈനൽ അതോറിറ്റി, ഏറ്റവും അവസാനത്തെ വിധി അല്ലെങ്കിൽ നടപ്പിലാക്കുന്നത് രാജാവാണ്. അപ്പൊ രാജാവിന് ചുറ്റും ഇവര് എല്ലാവിധ സഹായ സഹകരണങ്ങൾ കൊടുത്ത് അവരുടെ അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുപോകുന്നത് കൊണ്ടാണ് അത്രത്തോളം വന്നത്. പിന്നെ ദണ്ഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കണം, ദണ്ഡിക്കുക. ദണ്ഡിക്കുക എന്ന് വെച്ചാൽ പണിഷ്മെന്റ്. ഏത് വിധത്തിലാണ്? ഒരു തെറ്റ് ചെയ്തു, മന്ത്രി തന്നെ തെറ്റ് ചെയ്താൽ കൂടെയും ആ മന്ത്രിനെ നമ്മൾ ശിക്ഷിച്ചിരിക്കണം. അപ്പൊ അതൊരു സിസ്റ്റം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ പറഞ്ഞ മിത്രം, അലൈ, ഇത് നേരത്തെയും പറഞ്ഞു, ഗ്രൂപ്പ് കൂടുക. മിത്ര വെച്ചാൽ അലൈ, ഗ്രൂപ്പായിട്ട് ഒരു മിത്രത്തിനെ കൂട്ടുക. ആ മിത്രത്തിന്റെ സപ്പോർട്ട് എടുത്തുകൊണ്ട് നമ്മൾ യുദ്ധത്തിന് പോകും. അങ്ങനെ ഈ 7 പില്ലർ അല്ലെങ്കിൽ പറയാം 7 എലിമെന്റ്സ്, 7 തരത്തിലുള്ള സഹായ സഹകരണങ്ങൾ, ഡിപ്പാർട്ട്മെന്റ് എന്ന് വേണേൽ പറയാം, ഇവരെയൊക്കെ കൂട്ടിയിട്ടാണ് ഈ മൗര്യന്റെ അഡ്മിനിസ്ട്രേഷൻ നടന്നിരുന്നത്. അപ്പോ അത്രത്തോളം അവര് ആലോചിച്ച് പ്രവർത്തിച്ചു, വിഭജിച്ചാണെങ്കിൽ കൂടിയും എല്ലാത്തിനും ഫൈനൽ അതോറിറ്റി ആയിട്ട് വരുന്നത് രാജാവാണ്. അപ്പൊ രാജാവിന്റെ ബുദ്ധിയും മന്ത്രിമാര് പറയുന്ന ബുദ്ധിയും എല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് അവര് ഡിസ്കസ് ചെയ്തിട്ടാണ് എല്ലാ മാറ്റേഴ്സും അവര് ഡിസൈഡ് ചെയ്തിരുന്നതും നടപ്പിലാക്കിയിരുന്നതും. അല്ലെങ്കിൽ ഇത്രത്തോളം ഒരു സ്ട്രോങ് ആയ അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുവരാൻ പറ്റില്ല. ഇനി ഈ രാജാവിന്റെ പൊസിഷൻ, ഒരു രാജാവ് എന്ന് പറയുമ്പോൾ രാജാവ് ഒരു ഫാദർ, ഒരു വീട്ടില് അച്ഛൻ എന്നുള്ള ലെവലില്, അല്ലെങ്കിൽ ഫാദർ, രാജ്യത്തിന്റെ ഭരണാധികാരി എന്ന് പറയുമ്പോഴത്തേക്കും ആ വംശത്തിന് തന്നെ, നമ്മള് രാമായണത്തിലൊക്കെ കേട്ടിട്ടുണ്ട് സൂര്യവംശം, ചന്ദ്രവംശം എന്നൊക്കെ. അപ്പൊ വംശത്തിന്റെ തലസ്ഥാനത്ത് അല്ലെങ്കിൽ മൂത്തവര്, നമ്മള് മഹാഭാരതത്തിലെ ഭീഷ്മരുടെ പൊസിഷൻ കണ്ടു. അപ്പോ ഒരു പ്രാധാന്യം, ഒരു അച്ഛൻ അല്ലെങ്കിൽ ഒരു അച്ഛന്റെ സ്ഥാനമാണ് രാജാവിന് കൊടുത്തിട്ടുള്ളത്. അച്ഛൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനവന്റെ കുട്ടികളുടെ സുരക്ഷയും അവരുടെ ഫ്യൂച്ചറിനെ പറ്റി കൂടുതൽ ആലോചിക്കുന്ന ഒരു മനുഷ്യനായിട്ടാണ് നമ്മൾ അച്ഛനെ കാണുന്നത്. അപ്പോൾ ഇവിടെ രാജാവ് എന്ന് പറയുമ്പോൾ രാജാവ് ഒരു ഫാദർ എന്നുള്ള ലെവലിൽ പറയുന്നതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാല്, രാജാവിന് ആ നാട്ടിലുള്ള എല്ലാ ആൾക്കാരും അങ്ങേരുടെ സന്തതികൾ ആണ്, അല്ലെങ്കിൽ രാജാവാണ് ആ വംശത്തിന്റെ തന്നെ ഒരു വലിയ ഒരു സ്ഥാനത്തിരിക്കുന്നത്. എല്ലാവർക്കും വേണ്ട വിധത്തിലുള്ള സൗകര്യങ്ങളും ചെയ്യണം. അത് മാത്രമല്ല, രാജാവിന് ഒരു കാരണവശാലും സ്വാർത്ഥത പാടില്ല. രാജാവിന്റെ സ്വാർത്ഥത ഇല്ല. അതിനുള്ള വളരെ ദൃഷ്ടാന്തമാണ് നമ്മൾ രാമായണത്തിൽ സീതേനെ പറ്റി ഒരു ഭിന്ന അഭിപ്രായം നാട്ടുകാരുടെ ഇടയിൽ വന്നു എന്ന് അറിഞ്ഞപ്പോൾ ഗർഭിണിയായിരുന്ന റാണിയെ അല്ലെങ്കിൽ സീതേനെ രാജാവിന് നല്ലപോലെ അറിയാം. സീത വളരെ കളങ്കമില്ലാത്ത ഒരു സ്ത്രീയാണ്, അഗ്നിപ്രവേശനം കഴിഞ്ഞെടുത്തതാണ്, എല്ലാ കാര്യങ്ങളും അറിയാമെങ്കിൽ കൂടെയും ആൾക്കാര് തമ്മിൽ, അതൊരു ചെറിയൊരു കഥയാണ്. അവര് ഈ രാജകുടുംബത്തിന് ഈ ആൾക്കാർ സ്പൈ വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ പോകുന്നവര് നാട്ടുകാരുടെ ഇടയിൽ വേഷം മാറി നടക്കുന്ന ആൾക്കാരുണ്ട് രാജാവ് അപ്പോയിന്റ് ചെയ്തിട്ട്. അവര് സ്പൈ വന്ന് പറയുമ്പോൾ, ദൂതൻ വന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്, രാജാവിനെ കളിയാക്കുന്നു. കാരണം വേറൊരു രാജാവിന്റെ കുടുംബത്ത് അല്ലെങ്കിൽ അവരുടെ രാജ്യത്ത്, ശ്രീലങ്കയിൽ എത്രയോ മാസങ്ങൾ ജീവിച്ചവരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ അഭിപ്രായ വ്യത്യാസം ആൾക്കാരുടെ ഇടയിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ രാജാവ് സ്വന്തം ഗർഭിണിയായ ഭാര്യനെ കാട്ടിൽ ഉപേക്ഷിക്കുന്നത്. കാരണം ഒരു കാരണവശാലും അവർക്ക് അതൃപ്തി വരരുത്. കുടുംബത്തിൽ അല്ലെങ്കിൽ ഒരു നാട്ടിലുള്ളവർക്ക് ഞാൻ തെറ്റ് ചെയ്തു എന്നൊരു തോന്നൽ വരാൻ പാടില്ല. അങ്ങനെ വരികയാണെങ്കിൽ അവർക്ക് നാളെ എനിക്ക് അവരെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല, എനിക്ക് അവരോട് ചോദിക്കാൻ പറ്റില്ല. അതിന്റെ സിദ്ധാന്തം, എക്സാമ്പിൾ ആണത്. അത്രയും ഇമ്പോർട്ടൻസ് അവിടെ രാജാവിന്റെ പൊസിഷൻ, ഒരു ഫാദർ എന്നുള്ള ലെവൽ, അല്ലെങ്കിൽ ഒരു നോബിൾ ആയിട്ടുള്ള ഒരു മോഡലായിട്ട്, റോൾ മോഡൽ എന്നുള്ള ലെവലിൽ നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. അപ്പോ അവിടെ അത് ചെയ്തിട്ടുണ്ട്. അതേമാതിരി തന്നെ അർത്ഥശാസ്ത്രയിൽ പറയുന്നു ഒരു രാജാവിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്. എല്ലാ ഡ്യൂട്ടീസും, എല്ലാവിധ കമ്മ്യൂണിക്കേഷൻസും, എല്ലാവിധ കാര്യങ്ങളും മന്ത്രിമാരായിട്ട്
ക്കുന്നുണ്ട്, അവരുടെ അഭിപ്രായങ്ങൾ ആരായുന്നുണ്ട്, അവരുടെ വിശദാംശങ്ങൾ വിശദമായിട്ട് സംസാരിച്ച് വിശദമായിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷം അവർ എന്തൊക്കെ ചെയ്യണം, എങ്ങനെ ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഇതൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അപ്പോ അർത്ഥശാസ്ത്രയിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ഒരു രാജാവ് ഈവൻ രാജസഭയിൽ നിന്ന് മാത്രമല്ല, രാജസഭയില് പുരോഹിതന്മാരുണ്ടാവും, മതത്തിനെ പറ്റി പറഞ്ഞു കൊടുക്കാൻ പുരോഹിതന്മാരുണ്ടാവും, രാജ്യത്തിന്റെ അധികാരികൾ എന്നുള്ള ലെവലില് വലിയ ഇതിനെപ്പറ്റി വാസ്തുവിനെ പറ്റി പറയുന്നവരുണ്ടാവും, കൊട്ടാരത്തിൽ താമസിക്കുന്നവരുടെ അഭിപ്രായം, എല്ലാ അഭിപ്രായങ്ങളെയും ഒപ്പം നമുക്ക് വിചാരിക്കാം ഒരു എന്താ പറയാ, ഒരു ജനാധിപത്യം ആദ്യകാലങ്ങളിൽ തുടക്കം നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പൊ അങ്ങനെ ഒരു എല്ലാരടുത്തും ഡിസ്കസ് ചെയ്ത ശേഷമാണ് ഇവര് അഭിപ്രായങ്ങൾ ആരാഞ്ഞ് അഭിപ്രായങ്ങൾ ചെയ്തതും അത് നടപ്പിലാക്കിക്കൊണ്ടിരുന്നത്. എല്ലാ കാര്യത്തിലും എന്തൊക്കെ പറഞ്ഞാലും, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എത്ര മന്ത്രിമാർ എന്ത് പറഞ്ഞാലും ശരി, ഏതൊക്കെ പുരോഹിതന്മാരെ ഉപദേശിച്ചാലും ശരി, എല്ലാ മാറ്റേഴ്സിലും എല്ലാവിധ കാര്യങ്ങളിലും അവസാനമായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുക, അല്ലെങ്കിൽ അവസാനമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുന്നത് രാജാവായിരിക്കും. കാരണം അത് രാജാവിന്റെ അധികാരമാണ്, അല്ലെങ്കിൽ രാജാവിന്റെ പ്രിവിലേജ് ആണ്. എന്തെങ്കിലും പറയുമ്പോൾ പറയുന്നത് കേൾക്കുക, അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുക, അതിനെപ്പറ്റി ആരായുക. അത് ഏതൊക്കെ വിധത്തിൽ വരാന്ന് വെച്ചാല്, ഒരു മന്ത്രി വേണമോ, അല്ലെങ്കിൽ ഈ മന്ത്രിനെ മാറ്റണമോ, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളുടെ ട്രഷറി ധനങ്ങൾ സമ്പാദിക്കുന്നത്, അതൊക്കെ എങ്ങനെ നോക്കണം, ഏതൊക്കെ വിധത്തിൽ ആൾക്കാർക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്യണം. വെൽഫെയർ ആക്ടിവിറ്റീസ് പറയുമ്പോൾ ബുദ്ധ സമയത്ത് ഇവർക്ക് ഒരുപാട് വഴിയിലുള്ള അവർക്ക് ആക്ടിവിറ്റീസ് എന്നുള്ള വഴിയില് വെള്ളം കുടിക്കാനായിട്ട് കിണറുണ്ടാക്കുക, മരങ്ങൾ നട്ടുപിടിപ്പിക്കുക, അങ്ങനെ പല വിധത്തിലുള്ള പ്രോപ്പർട്ടീസ്, റോഡൊക്കെ നല്ല വൃത്തിയായിട്ട് വെക്കുക. അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും ഡിസ്കഷൻ ചെയ്ത് ഓരോ മന്ത്രിമാര് അതിൻ്റെതായ മന്ത്രിമാരടുത്തും ബാക്കിയുള്ള മന്ത്രിമാരുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞതിന് ശേഷമാണ് ചെയ്യുന്നെങ്കിൽ കൂടെയും അവസാനത്തെ വാക്ക് രാജാവിന്റെ വാക്കായിരിക്കും. അതാണ് ഫൈനൽ ആയിട്ടുള്ളത്. അപ്പോൾ ഇത് മാത്രമല്ല, എല്ലാ വെൽഫെയർ മാത്രമല്ല, ഏത് തരത്തിലുള്ള പണിഷ്മെന്റ്, എന്താണ് പണിഷ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെയും എക്സിക്യൂട്ടീവ് ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവ് ഹെഡാണ്. ഇവരോടൊക്കെ അതായത് അപ്പൊ ഒരു ചെറിയ ഒരു രാജാവിനെ ചുറ്റിയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ, അല്ലെങ്കിൽ ഒരു ഘടകങ്ങൾ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാർ എന്നാണ് അതിന്റെ അർത്ഥം. അമത്യാസ്, ഈ അമത്യാസിന്റെ ഇവരെയൊക്കെ എന്താ ചെയ്യേണ്ടത് വെച്ചാല്, വെറുതെ അങ്ങോട്ട് അമത്യാസായിട്ട് അപ്പോയിന്റ് ചെയ്യല്ല. അവർക്ക് ഒരു പരീക്ഷയുണ്ട്. നമ്മൾ എൻട്രൻസ് എക്സാം എഴുതില്ലേ, ടെസ്റ്റ് മെഡിക്കൽ സീറ്റ് എടുക്കാനായിട്ട്, അതേമാതിരി IAS എഴുതണമെങ്കിൽ നമുക്ക് പരീക്ഷകളുണ്ട്. അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ ആ പോളിസിയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഇപ്പോൾ ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷനിലെ IAS പരീക്ഷ ക്ലിയർ ചെയ്യണം, അവർ പിന്നെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം, ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അവർ ട്രെയിനിങ് എടുത്തിട്ടാണ് അവർക്ക് അഡ്മിനിസ്ട്രേഷൻ പോളിസിയിലേക്ക് വരിക. അതേമാതിരി ഈ സമയത്തും ഇവിടെ ഒരു പരീക്ഷകളുണ്ട്. അപ്പോയിന്റ് ചെയ്യുന്നതിന് മുമ്പ് അവർക്ക് അവരുടെ ബുദ്ധിനെയും അവരുടെ ഡിസിഷൻ പവറിനെയും ടെസ്റ്റ് ചെയ്യുന്നു. എന്നതിന് ശേഷമാണ് അവരെ അപ്പോയിന്റ് ചെയ്ത് അമത്യാസ് ആക്കുന്നത്. ഇത് മാത്രമേ മന്ത്രിയുടെ കാര്യമായാലും ശരി, കിങ്ങിന്റെ അഡ്വൈസേഴ്സ് ആണ് മന്ത്രിമാര്, അല്ലെങ്കിൽ രാജാവിന് ഉപദേശകന്മാര്, വിദൂഷകന്മാരുണ്ടാവും. അപ്പൊ ഇവരൊക്കെ എല്ലാം എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ രാജ കുടുംബത്തിൽ അല്ലെങ്കിൽ രാജസദസ്സിൽ
വിദൂഷകനോട് ചോദിക്കും, സംശയം വരുമ്പോൾ ഇതെങ്ങനെ സോൾവ് ചെയ്യാൻ ചോദിക്കും. അല്ലെങ്കിൽ സോൾവ് ചെയ്യാനായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ അതിന് അവർക്ക് പാരിതോഷം കൊടുക്കുന്നു. പിന്നെ മന്ത്രി പരിഷത്ത് എന്ന് പറഞ്ഞ ഒരു ലാർജർ ബോഡിയാണ്, ഒരു ഗ്രൂപ്പാണത്. അവർ മുഴുവനും പല മന്ത്രി പരിഷത്ത് ഇപ്പോഴും നമുക്കുണ്ടല്ലോ, ഇന്ത്യ ഗവൺമെന്റിലും നമുക്ക് 2 കൗൺസിലില്ലേ, ലോക്സഭ ആൻഡ് രാജ്യസഭ എന്നുള്ളതിന്റെ ഏകദേശമാണ് മന്ത്രി പരിഷത്ത് എന്ന് പറയുമ്പോഴത്തേക്കും 2 പല വിധത്തിലുള്ള ഡിപ്പാർട്ട്മെന്റിന്റെ തലവന്മാർ ചേർന്നതാണ് മന്ത്രി പരിഷത്ത്. ആ മന്ത്രി പരിഷത്തിന്റെ ഉപദേശങ്ങളും ഉപകാരങ്ങളും അവരുമായിട്ട് ഡിസ്കസ് ചെയ്യാണ്ട് രാജാവ് ഒന്നും ചെയ്യില്ല. അപ്പോൾ ഏറ്റവും ടോപ്പ് ലെവലിൽ ഇരിക്കുന്ന അഡ്മിനിസ്ട്രേഷന്റെ ഏറ്റവും ടോപ്പ് ലെവലിൽ ഇരിക്കുന്ന അപ്പെക്സിൽ ഏറ്റവും മേലെ ഇരിക്കുന്നവരാണ് രാജാവിന് ഏറ്റവും കൂടുതലായിട്ടുള്ള ക്ലോസ് ആയിട്ടുള്ളത്. മാത്രമല്ല അവർ ക്ലോസ് ആയിട്ട് ഇരിക്കാൻ മാത്രമല്ല, അവർ നല്ല വിധത്തിലുള്ള അഡ്വൈസും കൊടുക്കണം, അല്ലെങ്കിൽ ഉപദേശങ്ങൾ നല്ല വിധത്തിൽ കൊടുത്തിട്ട് മാത്രമേ. അതുകൊണ്ട് അത് നടന്നിരുന്നത് കൊണ്ടാണ് മൗര്യൻ അഡ്മിനിസ്ട്രേഷൻ, മൗര്യന്റെ കാലഘട്ടങ്ങൾ ഇത്രത്തോളം നന്നായിട്ട് പോവാൻ സാധിച്ചത്. കാരണം വളരെ വാസ്റ്റ് ആയിട്ടുള്ള ടെറിട്ടറിയാണ്, അല്ലെങ്കിൽ സ്ഥലങ്ങളാണ് അവരുടെ കയ്യിലുള്ളത്. അവർക്ക് ചെറിയൊരു രാജ്യമല്ല ഭരിക്കുന്നത്, വലിയ രാജ്യമാരും ഭരിക്കുന്നത്. അപ്പോൾ വലിയ രാജ്യം ഭരിക്കുമ്പോൾ പ്രോബ്ലംസും അല്ലെങ്കിൽ അവർക്ക് ഫേസ് ചെയ്യേണ്ടുള്ള പ്രശ്നങ്ങളും അതേമാതിരി കൂടുതലായിരിക്കും. അപ്പോൾ ഒറ്റയ്ക്ക് ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ശരിയായില്ല എന്ന് വരും. അതുകൊണ്ടാണ് ഈ മന്ത്രിമാരുടെ അടുത്തും അമത്യാസിന്റെ അടുത്തും ഒക്കെ ഡിസ്കഷനൊക്കെ ചെയ്ത് എല്ലാ വിധത്തിലും, ഇപ്പൊ രാജാവിനെ പുരോഹിതൻ അഡ്വൈസ് ചെയ്യും, എന്ത് യാഗം നടത്തണം, യുദ്ധത്തിന് മുമ്പ് എന്ത് യാഗം നടത്തണം, സ്ഥലം വലുതാക്കാൻ, ഭൂമി വലുതാക്കാനായിട്ട് അശ്വമേധം നടത്തണം, എല്ലാ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എവരി ദിവസം രാവിലെ അവർ സഭ കൂടുന്നു. സഭയിൽ എന്താ കാര്യങ്ങൾ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യുന്നു. എന്നിട്ട് പിന്നെ സഭ കൂടിയതിനു ശേഷം അവര് പിറ്റേ ദിവസത്തേക്ക് മാറ്റി വെച്ചിട്ട് പിന്നെയും ഇതിനെപ്പറ്റി ആരാജ്ഞോ അല്ലെങ്കിൽ മന്ത്രിമാരായിട്ട് സംസാരിക്കും. അപ്പോൾ വളരെ ഡെമോക്രാറ്റിക് വേ എന്ന് പറയാം, ജനാധിപത്യത്തിന്റെ ഒരു പ്രാക്ടീസ് എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി പറയാൻ പറ്റും. ഇനി ഇതില് ഓരോ സഭയ്ക്കും അല്ലെങ്കിൽ ഓരോ കൺട്രിക്കും അവർക്ക് കാര്യമായിട്ടുള്ള നമ്മൾ പറയുന്നുണ്ട്, ഒരു അഡ്മിനിസ്ട്രേഷൻ വേണമെങ്കിൽ അല്ലെങ്കിൽ നല്ല ഒരു ഭരണഘടന ഉണ്ടെങ്കിൽ അതിന് നല്ലൊരു ആർമി വേണം. ഈ ആർമി എന്ന് പറയുന്നത് യുദ്ധത്തിന് പോവാനുള്ളവർ മാത്രമല്ല, എല്ലാ വിധത്തിലും അഡ്മിനിസ്ട്രേഷനിലെ ഒരു ഗ്രൂപ്പാണ്, ഒരു ടീം വർക്കാണ്. ആ ടീം വർക്കിനെ നല്ല വിധത്തിൽ കൊണ്ടുപോയാൽ മാത്രം. കാരണം ഇത്രയും വലിയൊരു കൺട്രിയുടെ കയ്യിലിരിക്കുമ്പോൾ എപ്പോഴും നമുക്ക് ഏത് സമയത്തും നമ്മൾ തയ്യാറായിട്ടിരിക്കുന്ന ഒരു ആർമി വേണം. ആ ആർമീനെയാണ് ആംഡ് ഫോഴ്സസിൽ ഈ മൗര്യൻ അഡ്മിനിസ്ട്രേഷൻ സമയത്ത് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തു. കാരണം ഇതൊക്കെ കെട്ടിപ്പടുത്ത് അല്ലെങ്കിൽ ഫോർട്ട് ഉണ്ടാക്കി, ക്യാപിറ്റൽ ഉണ്ടാക്കി, അത് ക്യാപിറ്റലിന്റെ അകത്ത് പടക്കോപ്പുകളും സാധനങ്ങളും എല്ലാം ഉണ്ടാക്കി റെഡിയാക്കി വെച്ച് ഒരടുത്ത രാജാവ് നമ്മളെ ഉപദ്രവിക്കാൻ വന്നു അല്ലെങ്കിൽ നമ്മളെ അറ്റാക്ക് ചെയ്യുമ്പോൾ നമ്മൾ അവർക്ക് ഡിഫൻസ് ആയിട്ട് കൊടുക്കണം. ഈ നോർത്ത് ഇന്ത്യയിൽ പോയാൽ നമുക്ക് ഒരുപാട് ഫോർട്ട്സ് ഒക്കെ കാണാം. ഈ ഫോർട്ടൊക്കെ കെട്ടി അത്രയും വലിയ വലിയ മോണ്യുമെന്റ്സ് ഇപ്പോഴും നമുക്ക് നോർത്ത് ഇന്ത്യയിൽ ഉണ്ട്. കാരണം ഇത്രയും വലിയ കൊട്ടാരങ്ങൾ കെട്ടി, കൊട്ടാരത്തിന് മുഴുവനും അതിന് കോട്ട കെട്ടി അതിനെ പ്രൊട്ടക്ട് ചെയ്തു. കാരണം പുറത്തുനിന്ന് അറ്റാക്ക് ചെയ്യാണ്ടിരിക്കാനും വേറൊരു രാജാവ് ഞങ്ങളെ ഉപദ്രവിക്കാണ്ടിരിക്കാൻ ആ ഫോർട്ട് കെട്ടിയത് മാത്രമല്ല, അവിടെ ഓഫീസുകളും ഉണ്ടാക്കി, അതിന് വേണ്ട സ്ഥാപനങ്ങൾക്ക് വേണ്ട ആൾക്കാരെ വെച്ച് അങ്ങനെയാണ് ഈ അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോ എത്രത്തോളം അവര് മുൻകണ്ട് അല്ലെങ്കിൽ പ്രോബ്ലത്തിനെ മുൻകണ്ട് അതിന് വേണ്ട കാര്യങ്ങൾ എടുത്തു എന്നുള്ളത് നമുക്ക് ഇവിടെ മനസ്സിലാവും. ഇതില് ഓരോ ആർമിക്ക് വെറുതെ ഒറ്റ ഒരു ഗ്രൂപ്പ് ആർമി അല്ല, 6 ബോർഡുണ്ട്. ഈ 6 ബോർഡിലും ഓരോ ബോർഡില് 5 ആൾക്കാരുണ്ടാവും. 5 ആൾക്കാരെന്ന് പറയുമ്പോൾ 5 മെമ്പേഴ്സ് ആണ്. അവർ 5 പേരായിരിക്കും ഈ ഒരു ബോർഡിനെ റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ 6 5 30 പേരായി. ഈ 30 പേരും പല വിധത്തിലുള്ള ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡാണ്.
ആദ്യത്തെ ബോർഡ് എന്ന് പറയുന്നത് നമ്മള് നേവൽ അഫയേഴ്സ് ആണ്. നാവികരും അല്ലെങ്കിൽ വാറ് അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് ഒരു വാറ് വന്നു അല്ലെങ്കിൽ ഒരു യുദ്ധം വന്നു, കടൽ നമ്മൾക്ക് കപ്പൽ എത്ര ബോട്ട് ഉണ്ട്, എത്ര സ്റ്റാഫ് ഉണ്ട്, അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യാൻ തുഴയാൻ എത്ര, എല്ലാ മാറ്റേഴ്സും ആ നേവൽ അഫയേഴ്സിനെ പറ്റിയിട്ടുള്ളത് ഈ 5 പേരോട്, ആദ്യത്തെ 5 പേരോടാണ് ചോദിക്കുക. കാരണം അതാണ് ഫസ്റ്റ് ബോർഡ്. പിന്നത്തെ ബോർഡ്, സെക്കൻഡ് ബോർഡിൽ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാല് ഈ ഭടന്മാർക്ക് വേണ്ട സാധനങ്ങൾ അവരൊക്കെ സ്ഥിരമായിട്ട് അവിടെ തയ്യാറായിട്ട് നിൽക്കുന്നവരാണ്. അപ്പൊ അവർക്ക് എല്ലാ ആർമിയിലുള്ളവർക്കും അവർക്ക് ആഹാരം കഴിക്കാനുള്ള ഫുഡ് സപ്ലൈ ചെയ്യുന്നത് ഗവൺമെന്റ് ആണ്. അവർക്ക് സാലറി കൊടുക്കുന്നത് ഗവൺമെന്റ് ആണ്. അവർക്കുള്ള യൂണിഫോം കൊടുക്കുന്ന, ആയുധങ്ങൾ കൊടുക്കുന്നതും എല്ലാം ഗവൺമെന്റ് ആണ്, അല്ലെങ്കിൽ അന്നത്തെ അഡ്മിനിസ്ട്രേഷൻ. അപ്പൊ അതൊക്കെ രണ്ടാമത്തെ ബോർഡ് ചെയ്യുന്നത് ആർമിക്ക് വേണ്ട പ്രൊവിഷൻസ് അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായ സാധനങ്ങൾ സപ്ലൈ ചെയ്യുക. അതിനും 5 പേരുണ്ട്. ഇപ്പൊ 5 പേരാകുമ്പോഴത്തേക്കും പരസ്പരം കണക്ഷനോടുകൂടി പരസ്പരം സംസാരിച്ചിട്ട് എത്ര ആവശ്യമുണ്ടോ എന്നനുസരിച്ചിട്ടാണ് കൊടുത്തു പോവുക. അതേമാതിരി തന്നെയാണ് ബാക്കിയുള്ള ഭടന്മാർക്കുള്ള ഒരു ഇൻഫെൻട്രി കാവലറീസിന് ഒരു ഇൻചാർജ് വിത്ത് 5 മെമ്പേഴ്സ്. ചാരിയറ്റ്സ്, എത്ര രഥങ്ങൾ ഉണ്ടാവും, ഈ രഥങ്ങൾക്ക് 3000 രഥങ്ങളോ 30,000 രഥങ്ങളോ 3 ലക്ഷം ആൾക്കാരുണ്ടാവും ഇൻഫെൻട്രിയില്. അപ്പോ നമ്പർ കൂടുന്തോറും ആൾക്കാരുടെ ആവശ്യങ്ങളും കൂടുന്നുണ്ട്. അതനുസരിച്ചിട്ട് വേണം ഈ പ്രൊവിഷൻസ് ഒക്കെ രണ്ടാമത്തെ യൂണിറ്റ് കൊടുക്കാനുള്ളത്. അതേമാതിരി തന്നെയാണ് ഈ ആയുധങ്ങള് അല്ലെങ്കിൽ ചാരിയറ്റ്സ് അല്ലെങ്കിൽ അതിന്റെ യുദ്ധത്തിന് വേണ്ട സാധനങ്ങൾ, യുദ്ധ സാമഗ്രികൾ ഉണ്ടാക്കുക, അതിനെപ്പറ്റി വേണ്ടത് എത്രത്തോളം റീപ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഏതെങ്കിലും പൊട്ടിയിട്ടുണ്ടോ അതിനെ നന്നാക്കണോ, അതൊക്കെ നോക്കിക്കൊണ്ടിരുന്നത് 5ാമത്തെ യൂണിറ്റ് ആണ് അല്ലെങ്കിൽ 5ാമത്തെ ബോർഡാണ്. അപ്പോ തെറ്റ് വരുമ്പോ ഓടിപ്പോകുമ്പോഴത്തേക്ക് നമ്മൾ രാമായണത്തിൽ കണ്ടു, രാമായണത്തിൽ ദശരഥന്റെ ചക്രത്തിൽ കൈകേയി ഭാര്യ ഒരു നട്ടുപോയി, അവർ വിരല് വെച്ചു, അവർക്ക് അപ്പോഴത്തേക്കും ആ ചക്രം ഓടിച്ചു. ഇതൊക്കെ കഥയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവർ ചോദിച്ചത് കൊടുക്കാനായിട്ട് രാജാവ് പറയുമ്പോഴത്തേക്കും ഞാൻ പിന്നെ ചോദിച്ചോളാന്ന് പറയുന്നു കൈകേയി. ആ സമയത്ത് എല്ലാ വിധത്തിലും അവരുടെ യുദ്ധ സാമഗ്രികൾക്ക് സൂക്ഷിക്കണം, അതിന് വേണ്ട കാര്യങ്ങൾ അപ്പപ്പോ വേണ്ട കാര്യങ്ങൾ അന്നന്ന് വൈകുന്നേരം. അന്ന് ആ കാലഘട്ടങ്ങളിൽ നടക്കുന്നത് ധർമ്മയുദ്ധമാണ്. ധർമ്മയുദ്ധം വെച്ചാൽ രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ ശംഖ് വിളിച്ച് യുദ്ധം തുടങ്ങും. നേരിട്ടുള്ള യുദ്ധമാണ്. ഇപ്പോഴത്തെ മറ്റേ രാത്രി മിസൈൽ അയക്കുന്ന യുദ്ധങ്ങളല്ല അന്ന്. ധർമ്മയുദ്ധം രാവിലെ സൂര്യോദയം തൊട്ട് വൈകുന്നേരം സൂര്യാസ്തമയം വരെയുള്ള നേരിട്ടുള്ള യുദ്ധത്തിനെയാണ് അവർ നടത്തിക്കൊണ്ടത്. അതാണ് ധർമ്മയുദ്ധം. ആ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എത്ര പേർക്ക് ആയുധങ്ങൾ പോയി അല്ലെങ്കിൽ എന്തൊക്കെ ആയുധങ്ങൾ കുറവുണ്ട്, ഇതൊക്കെ നോക്കേണ്ടത് ഇവരുടെ കാര്യങ്ങളാണ്. 6ാമത്തെ യൂണിറ്റിന്റെ വർക്ക് എന്താ വെച്ചാൽ എത്ര വിധത്തിലുള്ള ആനകളുണ്ട്. 3000 ആനകളാണോ? നമ്മള് നേരത്തെ സെലൂക്കസ് നിക്കേസറുടെ കാലഘട്ടത്തിൽ പറഞ്ഞു ഇവിടുന്ന് പുള്ളി ആനകളെ കൊണ്ടുപോയി എന്ന്. കാരണം അതിന്റെ ആവശ്യമുണ്ട്. അവർ ആദ്യമായിട്ട് കാണുകയാണ് ഈ ആനേനെ വാറിൽ ഉപയോഗിക്കുക. നമ്മൾ രാമായണത്തിലും മഹാഭാരതത്തിലൊക്കെ പല വിധത്തിലുള്ള ആന, കുതിര, കാലാൽപ്പട എന്നൊക്കെ പറഞ്ഞ് പല വിധത്തിലുള്ള ആനിമൽസിനെ അല്ലെങ്കിൽ മൃഗങ്ങളെ ഉപയോഗിച്ചിട്ടും കൂടെ അവര് വിദ്യം കെട്ടുന്നു. അപ്പൊ ഇത്രയും ഒരു 6 യൂണിറ്റ് ആർമിയുടെ 6 യൂണിറ്റ് ആണ് വളരെ സ്ട്രോങ് ആയിട്ട് അഡ്മിനിസ്ട്രേഷൻ അത് നടത്തിക്കൊണ്ടു പോയിരുന്നത്. പിന്നെ ഇത് കൂടാണ്ട് ആർമിയിൽ വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ വേറെ യൂണിറ്റ് എന്ന് പറയുന്നത് ചെറിയ ചെറിയ യൂണിറ്റുകളാണ്. അപ്പൊ ഈ യൂണിറ്റുകളും അവരും കൂടെ ഇതിന്റെ കൂടെയാണ് പോകുന്നത്. ഇതില് നമ്മൾ പറയുന്നു പുഷ്യമിത്ര ശുംഗ, സേനാധിപതി എന്ന് പറഞ്ഞാൽ കമാൻഡറാണ്. സേന എന്ന് പറയുമ്പോൾ ആർമി, സേനാധിപതി എന്ന് പറയുമ്പോൾ അതിന്റെ അധിപൻ അല്ലെങ്കിൽ അതിന്റെ കമാൻഡർ ഇൻ ചീഫ് അല്ലെങ്കിൽ കമാൻഡർ ഇൻ ചാർജ്. അപ്പോ ആ സമയത്ത് നമ്മൾ പറഞ്ഞു പുഷ്യമിത്ര ശുംഗ ആയിരുന്നു ആ ലാസ്റ്റ് മൗര്യൻ റൂളറിന്റെ സേനയുടെ അധിപതി അല്ലെങ്കിൽ ലീഡർ. അതായത് നമ്മള് മഹാഭാരതത്തിൽ കണ്ടിട്ടുണ്ട്,
ഭീഷ്മർ ശരശയിൽ പോകുന്നത് വരെ ഭീഷ്മറായിരുന്നു അതിന്റെ കമാൻഡർ ഇൻ ചീഫ് ആയിട്ട് പോകുന്നത്. കാരണം ഒരു ലീഡർ ആയിരിക്കണം ബാക്കിയുള്ളവരെ ഏതാണ് എങ്ങനെയുള്ള ഫോർമേഷൻസ്, ഈ യുദ്ധത്തിൽ പല വിധത്തിലുള്ള ഫോർമേഷൻസ് ഉണ്ട്. ഈ ഫോർമേഷൻസ് ഒക്കെ എങ്ങനെ ചെയ്യണം എന്ന് അവര് വൈകുന്നേരം ഡിസ്കസ് ചെയ്യും. നാളെ നമ്മൾ ഇങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ എല്ലാവർക്കും വൈകുന്നേരങ്ങളിൽ സൂര്യാസ്തമയത്തിന് ശേഷം വീഴുന്നവർക്ക് വുണ്ട് അല്ലെങ്കിൽ ഭാഗികമായി കൈ മുറിഞ്ഞു കാല് മുറിഞ്ഞു, അപ്പൊ അങ്ങനെയുള്ളവരെ സൂക്ഷിക്കാനും രാത്രികളിൽ അവർക്ക് മരുന്ന് പുരട്ടാനും ഒരു സെറ്റപ്പ് ഉണ്ട്. പിന്നെ ഒരു സെറ്റപ്പ് വന്നിട്ട് മരിച്ചുപോയവരെ ബറി ചെയ്യുന്നു. അങ്ങനത്തെ ക്ലിയർ ആയിട്ടുള്ള വർക്കോട് കൂടിയാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ വളരെ നേരത്തെയായിട്ട് കമാൻഡർ ഇൻ ചീഫിന് വളരെ പ്രാധാന്യമുണ്ട്. ആർമിയുടെ കമാൻഡർ ഇൻ ചീഫിന് വളരെ പ്രാധാന്യമുണ്ട്. ഇത് കൂടാണ്ട് ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റ് എന്തൊക്കെയാണോ യുദ്ധത്തിന്റെ ആവശ്യങ്ങൾ അവരെ ഉണ്ടാക്കുന്നത്, മെഷീനറീസ് എന്തൊക്കെ മരത്തിന്റെ ആയാലും ശരി, നമ്മൾ നേരത്തെ കണ്ടു കാലഘട്ട സമയം കുന്തങ്ങളായാലും ശരി, ഈ മൊനയുള്ള കുന്തങ്ങൾ അല്ലെങ്കിൽ തൃശൂലങ്ങൾ അല്ലെങ്കിൽ അമ്പ് അല്ലെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അവർക്ക് യുദ്ധത്തിൽ ഉപയോഗിക്കേണ്ട സാധനങ്ങൾ തീർന്നു പോയാൽ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കണം, പൊട്ടിപ്പോയാൽ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുക, റീപ്ലേസ്മെന്റ് ചെയ്തോണ്ടിരിക്കണം. അതൊക്കെ അതിനൊരു ചീഫുണ്ട്. ആ ചീഫിന്റെ പേരാണ് അദ്വഗ്രന്ഥാക്ഷയ, ആയുധഗ്രന്ഥശായ. അപ്പൊ ആയുധങ്ങൾ സൃഷ്ടിക്കുക, ആയുധങ്ങൾ കൊടുക്കുക, സപ്ലൈ കൊടുക്കുക, അതിനൊരു ചീഫ്. അങ്ങേരുടെ ഡ്യൂട്ടി അല്ലെങ്കിൽ അവരുടെ പണി എന്താന്ന് വെച്ചാൽ ഡെയിലി ഉള്ള കണക്കെടുക്കുക, ഡെയിലി ഉള്ള ആവശ്യങ്ങൾക്ക് എന്തൊക്കെയുണ്ടോ അത് കൊടുത്തുകൊണ്ടിരിക്കും. പിന്നെ പറഞ്ഞു നമ്മള് ഒരു നദിയിൽ കൂടെ പോകുന്ന നദിയിൽ ഉപയോഗിക്കുന്ന അടുത്തൊരു വിങ്ങാണ് ഇത്. നേരിട്ടുള്ള ആർമി അല്ലെങ്കിൽ കൂടെയും അത് നേവത ചക്യ. ഇവര് എന്താ ചെയ്യാച്ചാൽ എത്ര ബോട്ടാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കാൻ പോകുന്നത്, എത്ര ബോട്ടിന്റെ ക്ഷതം പറ്റി, ആ ക്ഷതം അതിനെ റിപ്പയറിന് കയറ്റിയാൽ 5 എണ്ണം കയറിയാൽ 6 എണ്ണം അവർക്ക് കൊടുത്തിരിക്കണം പിറ്റേ ദിവസത്തേക്ക്. അപ്പോ അങ്ങനെ ഇവര് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ്, വളരെ ചിട്ടയോടെ ആർമി നോക്കിക്കൊണ്ടിരുന്നു. പിന്നെ വരുന്നത് എങ്ങനെയാണ് ഇവർ ഇത് കൂടാണ്ട് കാട്ടിൽ ജീവിക്കുന്നവര്, അരണ്യവാസിൻ, അതായത് കാട്ടിൽ ജീവിക്കുന്ന ആൾക്കാരെ കൂടെ അവര് ഫൈറ്റിങ്. കാരണം അവർക്ക് എന്തുകൊണ്ട് കാട്ടിൽ ജീവിച്ചവരെ എടുത്ത് റിക്രൂട്ട് ചെയ്ത് ആർമിയിൽ കൊണ്ടുവന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം എന്താന്ന് വെച്ചാല് അവര് നേച്ചറിൽ അല്ലെങ്കിൽ ശാരീരികമായി ഭയങ്കര ശക്തിയുള്ളവരാണ്. ഈ മരത്തില് മലയിൽ നടന്നും ഓടിയും ചാടിയും അവരുടെ ഫിസിക്കൽ ഹെൽപ്പ്, ബോഡി ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. മാത്രമല്ല അവർക്ക് നല്ല തണുപ്പോ അല്ലെങ്കിൽ ക്ലൈമറ്റ് വ്യത്യാസം അല്ലെങ്കിൽ ഏതെങ്കിലും വണ്ട് കടിച്ചാലോ ഒന്നും വീഴില്ല. കാരണം അത്രത്തോളം അവരുടെ ശരീരത്തിന് അവർ സ്ട്രോങ് ആയിരിക്കുന്നവരെയും നമ്മൾ ഈ അതർ യൂണിറ്റ്സിൽ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു മൗര്യൻ കാലഘട്ടങ്ങളിൽ. ഇനി ഒരു സിസ്റ്റം എന്താന്ന് വെച്ചാൽ എപ്പിസോണേജ് എന്ന് പറയുമ്പോൾ സ്പൈ വർക്ക്. ഞാൻ നേരത്തെ പറഞ്ഞു സ്പൈ വർക്ക് ഉണ്ടായിരുന്നു. എന്തിനാ ഈ സ്പൈ വർക്ക്? ഓരോ ഡിപ്പാർട്ട്മെന്റിനെയും അവര് ഈ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ എപ്പിസോണേജ് എന്ന് പറയാം, അതിന് ആംഡ് ഫോഴ്സസിന്റെ കൂടെയാണ് ലിങ്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. കാരണം അവരെല്ലാം സീക്രട്ട് ആയിട്ട് ഈ ദൂതന്മാര് അല്ലെങ്കിൽ അടുത്ത ഒരു ഇതില് എന്താണ് അടുത്ത് ചെയ്യാൻ പോകുന്നത് ഇതൊക്കെ അറിയണമല്ലോ. യുദ്ധസമയത്ത് മാത്രമല്ല സ്പൈ വർക്കിന്റെ വർക്ക്, സമാധാന സമയത്തും സ്പൈ വർക്ക് ഉണ്ടായിരുന്നു. സമാധാന സമയത്തുള്ള സ്പൈ വർക്കിന്റെ കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ അത് 2 വിധത്തിലുണ്ട്. അതിന് ഒന്ന് സംസിത, കാരണം അത് അവർ സ്റ്റേഷനറി ആയിട്ടുള്ള സീക്രട്ട് ഏജൻസ് ആണ്, സീക്രട്ട് വർക്കാണ്. അവരുടെ വർക്ക് എല്ലാ കാര്യങ്ങളെ പറ്റി അന്വേഷിക്കുക, അറിയിക്കുക, അവിടെ സ്ഥലത്ത് എത്തിക്കുക. സഞ്ചാര എന്ന് വെച്ചാൽ മൂവ്മെന്റില് പൊയ്ക്കൊണ്ടിരിക്കുന്നവരാണ്. അങ്ങനെയാണ് ആ ഒരു കാലഘട്ടത്തിൽ ഈ മൂവ് ചെയ്ത സഞ്ചാരം വഴി ചെയ്ത ഇൻഫർമേഷൻ ആണ് രാജാവ് രാമന് കിട്ടിയതും. രാമന് മനസ്സിലായി നമ്മുടെ പ്രജകൾക്ക് നമ്മളോട് ഇഷ്ടം കുറവുണ്ട്, അതുകൊണ്ടാണ് അങ്ങേര് ഭാര്യനെ ഉപേക്ഷിച്ചത്. അപ്പോൾ ഈ സിസ്റ്റം
അല്ലെങ്കിൽ സ്പൈ സിസ്റ്റം എക്സിസ്റ്റ് ചെയ്തിരുന്നു. അത് ഇവിടെ വളരെ കാര്യമായിട്ട് നടത്തിക്കൊണ്ടുപോയിരുന്നു. ഈ സീക്രട്ട് സംഹിത, ഈ സിസ്റ്റത്തിന് ഒരു ഹെഡ് ഉണ്ട്. ആ ഹെഡിന്റെ പേരാണ് സമഹർത്ത. അപ്പൊ ഇവർക്ക് എന്താന്ന് വെച്ചാല്, ഇവരുടെ ഡ്യൂട്ടി എന്താ വെച്ചാല് എല്ലാ സ്ഥലത്തു നിന്ന് വരുന്ന ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക, രാജാവിനോട് അറിയിക്കുക, വേണ്ട വിധത്തിൽ എന്താണോ അതിന് പരിഹാരം കാണേണ്ടത് ആ പരിഹാരത്തിന് എങ്ങനെ ചെയ്യാം എന്നുള്ളതിന് രാജാവിന് ഉപദേശിക്കുക. അപ്പോൾ രാജാവ് അതനുസരിച്ചിട്ട് ആക്ഷൻ എടുക്കും, അല്ലെങ്കിൽ അതനുസരിച്ചിട്ട് കാര്യങ്ങൾ മുറയായിട്ട് നടക്കും. ആൾക്കാർക്ക് അറിയില്ല. ഈവൻ രാജാവ് കൂടെ ആദ്യ കാലഘട്ടങ്ങളിൽ രാജാവ് കൂടെ പ്രച്ഛന്ന വേഷത്തിൽ പല വിധത്തിലായിരിക്കും വേഷം ധരിക്കുക. ചിലപ്പോ സ്ത്രീയായിട്ടായിരിക്കും, ചിലപ്പോ ഒരു മാജിക്കാരനായിട്ടായിരിക്കും. പല വിധത്തിൽ വേഷം ധരിച്ചും സമൂഹത്തിൽ ഇറങ്ങിച്ചെന്ന് അവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. ജനങ്ങളുടെ സ്പന്ദനം, അവരുടെ വാക്യങ്ങൾ, അല്ല അവരുടെ അറിവ് അറിയാൻ വേണ്ടി, അവരുടെ അഭിപ്രായം. ഈവൻ രാജാവ് കൂടെ പോയിട്ടുണ്ട് സ്പൈന്റെ കൂടെ. അപ്പോൾ നേരിട്ട് രാജാവ് വേറെ വേഷം കെട്ടി വരുമ്പോൾ പ്രജകൾക്ക് അറിയാൻ വഴിയില്ല ഇത് രാജാവാണെന്ന്. അവര് സാധാരണമായിട്ട് സംസാരിക്കും, രാജാവിന് മനസ്സിലാവും ഇതാണ് എന്റെ തെറ്റ്, അപ്പൊ ഞാൻ എന്റെ തെറ്റിനെ മാറ്റുന്നു. അപ്പൊ ഇത്രത്തോളം നമ്മൾ കാര്യമായിട്ട് ഈ സിസ്റ്റം അവർ ഫോളോ ചെയ്തിരുന്ന കൊണ്ട് അവരുടെ ആർമിയും വളരെ കാര്യമായിട്ട് കാര്യക്ഷമതയോടെ പോകാൻ പറ്റിയാനുള്ള കാരണം അതുകൊണ്ടാണ്. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ഓരോ ദൂതന് അല്ലെങ്കിൽ ഓരോ സ്പൈക്കുള്ള ഡ്യൂട്ടി എന്തൊക്കെയാണ്. സ്പൈക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാല് മന്ത്രിമാർക്ക് കൊടുത്തിട്ടുണ്ട് പദവികള്. ഈ മന്ത്രിമാരെ ശരിക്കാണോ മന്ത്രിമാര് ചെയ്യുന്നത് തെറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് അന്വേഷിക്കണം. കാരണം നമ്മളുടെ ഇപ്പൊ നമുക്ക് വളരെ കൂളായിട്ട് സോഷ്യൽ മീഡിയ ഉണ്ട്, അത് ഓപ്പൺ ആണ്. പക്ഷെ ആ കാലഘട്ടങ്ങൾ അങ്ങനെയല്ല. മന്ത്രിമാരായാലും ശരി, തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ മന്ത്രി എന്ത് തെറ്റ് ചെയ്തു, എങ്ങനെ ചെയ്തു എന്നുള്ളത് കണ്ടുപിടിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഈ കണ്ടുപിടിച്ച വിവരത്തിനൊക്കെ ഗവൺമെന്റ് മന്ത്രിയുടെ അല്ലെങ്കിൽ അറിയിക്കേണ്ടവരെ അറിയിക്കുക. ആ ഡ്യൂട്ടി അങ്ങനെ ഞാൻ പറയുന്നത് സ്പൈന്റെ ഡ്യൂട്ടിയാണ്. അവർക്ക് അറിയിക്കുക. അറിയിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണോ സാധാരണ ജനങ്ങൾക്ക് രാജാവിനെ പറ്റി പറയാനുള്ളത്, ആ ഫീലിങ്സ്, സാധാരണക്കാരുടെ ഫീലിങ്സും ഇവരെ മന്ത്രിമാരെ, അപ്പൊ അവര് വന്ന് പറയുമ്പോൾ രാജാവിന് ആ സ്പൈനോട് അല്ലെങ്കിൽ പറയുന്ന ആളോട് ദേഷ്യം തോന്നുന്നില്ല. കാരണം അവരുടെ ഡ്യൂട്ടിയാണ് അവർ ചെയ്യുന്നത്, അവർക്ക് കൊടുത്തിട്ടുള്ള ജോലിയാണ് അവർ ചെയ്യുന്നത്. അതിനെ കറക്റ്റായ വിധത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് വേണം അതിനെ പറ്റി കാണാനായിട്ടുള്ളത്. പിന്നെ വരുന്നത് ആരൊക്കെയാണ് ഫോറിൻ റൂളേഴ്സ്, എന്തൊക്കെയാണ് അവരുടെ കാര്യങ്ങൾ, അത് നമ്മൾ കണ്ടുപിടിക്കുന്നു. പിന്നെ അതായത് ഇതെല്ലാം ഗാദർ ചെയ്തതിന് ശേഷമാണ് പട്ടിവേഗാസ് എന്ന് പറയും, പുലിസ്യവാണി എന്ന് പറയും. ഇവരെന്താ ചെയ്യുന്ന വെച്ചാല് അവര് രാജാവിനോട് നേരിട്ട് എല്ലാ കാര്യങ്ങളും വ്യൂസ് ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഇവർക്ക് വേറെ വിധത്തിൽ ഒരു ഹൈ റാങ്ക് ആയിട്ടുള്ള ഒരു ഓഫീസർ റാങ്കിലേക്കാണ് അവരെ കൊണ്ടുപോയി നിർത്തിയിട്ടുള്ളത്. കാരണം അവര് രാജാവിന് വേണ്ട വിധത്തിൽ അഭിപ്രായങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ മാത്രമേ ഫോറിൻ റൂളേഴ്സിന്റെ അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്നവരോ അല്ലെങ്കിൽ അവിടെ തന്നെ താമസിക്കുന്നവരുടെ അഭിപ്രായങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുക. ഇനി എങ്ങനെയൊക്കെയാണ് അവർക്ക് ധനം വന്നുകൊണ്ടെന്ന്, റവന്യൂ എന്ന് പറയുന്നത് ധനം, ഏതൊക്കെ വിധത്തിലാണ് അവർക്ക് ധനം വന്നുകൊണ്ടത്. സംഹാത്രി എന്ന് പറയുന്നത് കളക്ടറാണ്. ഈ മെയിൻ ആയിട്ടുള്ള റവന്യൂ അല്ലെങ്കിൽ പണം വരുന്നത്, അല്ലെങ്കിൽ ഇത് ആ കാലഘട്ടങ്ങളിൽ ടാക്സേഷൻ ഉണ്ട്. ടാക്സ് എന്ന് പറയുമ്പോൾ കരം ഭരിക്കുക, കരം സ്ഥലമായിട്ടും കിട്ടും, അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നും കരങ്ങൾ കിട്ടും. അപ്പോ സംഹിനഹത്രി എന്ന് പറയുന്നത് റോയൽ ആയിട്ടുള്ള രാജാവിന്റെ കുടുംബത്തിൽ രാജകൊട്ടാരത്തിലുള്ള ട്രഷററാണ്. അതാണ് അങ്ങേരുടെ പണി. അത് രാജകൊട്ടാരത്തിൽ എത്രത്തോളം നെല്ല് ധാന്യം ശേഖരിച്ചിട്ടുണ്ട് എല്ലാ ഡീറ്റെയിൽസും പറയാം. പിന്നെ വരുന്നത് നമുക്ക് 7 വിധത്തിലുള്ള ഈ റവന്യൂ കളക്ഷൻ അല്ലെങ്കിൽ കരം പിരിക്കുന്ന 7 പേര്. ദുർഗ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, അതിന്റെയും ഫോർട്ട് വഴി കെട്ടിയിട്ടുള്ള എന്തൊക്കെയാണ്. രാഷ്ട്ര എന്ന് പറയുമ്പോൾ രാജ്യത്തിന്റെ അകത്തുള്ള ടാക്സ് കളക്ഷൻ. ഖനി എന്ന് പറയുന്നത് മൈനാണ്. ആ കാലഘട്ടങ്ങളിൽ വളരെ
കാര്യമായിട്ട് മൈൻസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നമ്മൾക്ക് മിനറൽസ്, ധാതുക്കൾ മണ്ണിൽ നിന്ന് കുഴിച്ചെടുത്തുന്നു. അത് സേതു എന്ന് പറയണത് റിവറിന് നദിയിൽ കൂടെ പോകുന്നതിനാണ് സേതു എന്ന് പറയാം. സേതു എന്ന് പറഞ്ഞാൽ പാലം, അല്ലെങ്കിൽ സേതു ബന്ധനം എന്ന് പറയുമ്പോൾ പാലം എന്ന് പറയും. ഇപ്പൊ വെള്ളത്തിന്റെ എത്രത്തോളം അണകൾ കെട്ടുക, അല്ലെങ്കിൽ ആ വെള്ളത്തിനെ ഇതിലേക്ക് കൊടുക്കുക, ഫോറസ്റ്റിലേക്ക് കൊടുക്കുക, അല്ലെങ്കിൽ കൃഷിക്ക് ഉപയോഗിക്കുക. ഇതൊക്കെ വന എന്ന് പറയുന്നത് കാട്ടിൽ നിന്ന് വരുന്ന സാധനങ്ങളും അതിനെ പറ്റിയിട്ടുള്ള എല്ലാം കണ്ടുപിടിക്കുക. വാണിക പാത്ത് എന്ന് പറയുന്നത് റൂട്ട്, പല വിധത്തിലുള്ള റൂട്ട് ഉണ്ട്, ട്രേഡ് റൂട്ട് ഉണ്ട്, അതിനെ കൺട്രോൾ ചെയ്യുന്നവരാണ്. ഇതൊക്കെയാണ് അവർക്ക് രാജാവിന് കിട്ടിയിരുന്ന റവന്യൂ. ഈ റവന്യൂവിനെ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, എങ്ങനെ അത് ചെലവാക്കുന്നു? ഈ ടാക്സസ് ഒക്കെ പല വിധത്തിലുള്ള ടാക്സസ് ആണ്. ഈ ടാക്സ് എല്ലാം കളക്ഷൻ ചെയ്തതിന് ശേഷം അവർ ഏതൊക്കെ ടാക്സ് ആണ്, ധാന്യങ്ങളെ ഇപ്പൊ രാജ്യത്ത് കർഷകന് ടാക്സ് ഉണ്ട്, എല്ലാവിധ ടാക്സുകളുണ്ട്. നമുക്കിപ്പോ ടാക്സ് എന്തൊക്കെയാന്ന് വെച്ചാല് ഒരു തെറ്റ് ചെയ്താൽ ഫൈൻ അടിക്കും, ആ ഫൈനും ഒരു കളക്ഷനാണ്. സെയിൽസ് ടാക്സ് ഉണ്ട്, പിന്നെ മദ്യം കഴിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്ന പണക്കാരാണെങ്കിൽ അതിനും ടാക്സ് ഉണ്ട്. 22 ടാക്സുകളാണ് നമ്മൾ അർബൻ ഏരിയയിൽ നിന്ന് അവർ ആ സമയത്ത് കളക്ഷൻ ചെയ്തുകൊണ്ടിരുന്നത്. രാജാവിന്റെ രാജ്യത്തിൽ അവർ പണിയെടുക്കുമ്പോൾ ആ ടാക്സും കിട്ടുന്നുണ്ട്. റവന്യൂ അല്ലെങ്കിൽ കൃഷിക്കാരുടെ കയ്യിൽ നിന്ന് ടാക്സ് മേടിച്ചിട്ടുണ്ട്. കോടതി ഈ പല വലിയ പ്ലാന്റേഷൻസ്, അല്ലെങ്കിൽ കടത്ത് കടക്കുക, ഫെറി ടാക്സ്. അപ്പൊ അങ്ങനെ പല വിധത്തിലുള്ള ടാക്സ് ആണ് അവർ ഉപയോഗിച്ചിരുന്നതും ആ ടാക്സ് കളക്ഷൻ ചെയ്ത് അതിനെ ഉപയോഗിക്കുന്നു നാട്ടിന്. ടാക്സിന്റെ റോഡ്, നല്ല റോഡ്, വെള്ളത്തിന് ടാക്സ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇമ്പോർട്ടിന് എക്സ്പോർട്ടിന് ടാക്സ്, ഈ പിന്നെ ഇറിഗേഷൻ സെസ് എന്ന് പറയും. കൾട്ടിവേഷൻ എത്രത്തോളം നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഗാംബ്ലേഴ്സിന്റെ കയ്യിൽ നിന്നും കൂടെ ടാക്സ് കിട്ടുന്നുണ്ട്. ഗാംബ്ലേഴ്സ് വെച്ചാൽ ചൂത് കളിക്കുമ്പോൾ അവർക്ക് എത്രത്തോളം കിട്ടുന്നു അതിന്റെ ഒരു ഭാഗം അവരെ നാട്ടിന് കൊടുത്തിരിക്കണം, ടാക്സ് ആയിട്ട് കൊടുക്കും. കച്ചവടക്കാരുടെ കയ്യിൽ നിന്ന് ടാക്സ് മേടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കരം മേടിച്ചിട്ടുണ്ട്. ആർമമെന്റ് ഉണ്ടാക്കുന്നവരും ഉപ്പ് ഉണ്ടാക്കുക, കടലില് വെള്ളം വറ്റിച്ച് ഉപ്പുണ്ടാക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്, അതിനും ടാക്സ് ഉണ്ട്. ഈവൻ ടു ദ ലെവൽ ഓഫ് പ്രോസ്റ്റിറ്റ്യൂഷൻ, അതായത് സ്ത്രീകള് ഈ പ്രോസ്റ്റിറ്റ്യൂഷൻ ഈസ് കൺസിഡർഡ് ആസ് എന്താ പറയുക, ഇപ്പൊ അതിനെ ഒരു വ്യവസായം മാതിരി വെച്ച് അവരുടെ കയ്യിൽ നിന്നും ടാക്സ് അവർ കളക്ട് ചെയ്തിരുന്നു. ഈ ടാക്സസ് ഒക്കെ അവർ എന്തിനു ഉപയോഗിച്ചിരുന്നു എന്ന് വെച്ചാല് എല്ലാവിധ ആർമീസിനും, രാജാവിന്റെ കാര്യങ്ങൾക്ക്, ആർമിക്കുള്ളവർക്ക്, സാലറികൾക്ക്, എല്ലാവിധ റിലീജിയസ് ആക്ടിവിറ്റീസ് ഗിഫ്റ്റ് കൊടുക്കുമ്പോ എന്ന് വെച്ചാൽ ധർമ്മം മാത്രമല്ല, അശോകന്റെ കാലത്ത് രാജ്യങ്ങൾക്ക് അവർ ആൾക്കാർക്കൊക്കെ ഗിഫ്റ്റായിട്ട് അല്ലെങ്കിൽ സമ്മാനമായിട്ട് കൊടുത്തുന്നു ഒരു രാജ്യത്തില്. അപ്പൊ ആ ധാമ മാത്രയ്ക്ക് നമ്മൾ കൊടുക്കുന്ന സാധനങ്ങള് ഗിഫ്റ്റ് അല്ലെങ്കിൽ സമ്മാനത്തിന് ഉള്ള ആവശ്യത്തിനാണ് ഉപയോഗിച്ചിരുന്നത്. മെഡിക്കൽ ട്രീറ്റ്മെന്റ് എല്ലാവർക്കും കൊടുത്തിരുന്നു, മനുഷ്യന് മാത്രമല്ല ആനിമൽസിനും കൊടുത്തിരുന്നു. അപ്പൊ അതിനൊക്കെ ആവശ്യമുണ്ട് ഈ ട്രഷറിയിൽ നിന്ന്. എല്ലാ വിധത്തിലുള്ള ഫിസിഷ്യൻസിനും ഹോസ്പിറ്റല് ഇതൊക്കെ അവര് വെൽഫെയർ ഇഷ്യൂല് വരുന്നതാണ്. പിന്നെ റോഡ് ഉണ്ടാക്കുക, റോഡിന്റെ മാത്രമല്ല, റോഡിന്റെ സൈഡിൽ ശാലകൾ, അതായത് റെസ്റ്റിംഗ് എന്ന് പറയുന്നത് ശാലകളാണ്. അവിടെയൊക്കെ അവർക്ക് റെഗുലർ ആയിട്ട് ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരുന്നത് കൊണ്ടാണ് അവർക്ക് അത് ചെലവാക്കാൻ പറ്റിയത്. ഈ ടാക്സിൽ നിന്നാണ്. ദണ്ഡ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു നേരത്തെ തന്നെ, ജുഡീഷ്യലാണ്. ഏത് വിധത്തിലുള്ള പണിഷ്മെന്റ് ആണ് കൊടുക്കേണ്ടത്. ഈ പണിഷ്മെന്റും 6 തരത്തിൽ വരുന്നുണ്ട്. ജഡ്ജിന്റെ പേര് ധർമ്മമാസ്ത്ര. പ്രസാദേവി എന്ന് പറയുന്നത് ക്രിമിനൽസിനെ മാത്രം കൺട്രോൾ ചെയ്തിരുന്നവര്. പിന്നെ ഡിഫറെന്റ് കോർട്ട് വഴിയാണ് അല്ലെങ്കിൽ വിധത്തിലാണ് പല വിധത്തിലുള്ള തെറ്റുകൾ അവർ ചൂഷിച്ചിരുന്നത്. ധർമ്മസ്ഥ്യ എന്ന് പറയുന്നത് പേഴ്സണൽ ആയിട്ടുള്ള ഡിസ്പ്യൂട്ട്, ലൈക്ക് മാരേജ്, അങ്ങനത്തെ കാര്യങ്ങൾ. കാന്തഘോഷ എന്ന് പറയുന്നത് ഒരാൾക്ക്, രാജാവിനും സ്റ്റേറ്റിനും, അല്ലെങ്കിൽ ഒരാൾക്കും സ്റ്റേറ്റിനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ഇങ്ങനെ ഈ വിഷമങ്ങളെല്ലാം വന്ന് വരുമ്പോൾ ഏത് വിധത്തിലുള്ള പണിഷ്മെന്റ് കൊടുക്കാം, എത്രത്തോളം കൊടുക്കാം എന്നുള്ളതും ഈ ദണ്ഡ സിസ്റ്റത്തിൽ നോക്കിയിരുന്നു. ഇതിന്റെയൊക്കെ എല്ലാത്തിലും വർണ്ണൻ ബേസ്ഡ്, അതായത് ഒരു അപ്പർ ക്ലാസ്, ഒരു ബ്രാഹ്മണൻ ചെയ്യുന്ന തെറ്റിന് ഒരു വിധത്തിലുള്ള ശിക്ഷ, അതേസമയം ശൂദ്രൻ ചെയ്യുന്ന തെറ്റിന് വേറൊരു ശിക്ഷ. അപ്പോ
ഈ ശിക്ഷകൾ തന്നെ അവരുടെ കുലം ഗോത്രം അനുസരിച്ചിട്ടാണ് നടത്തിയിരുന്നത്. ഇത് കൂടാണ്ട് സിറ്റിയിൽ ഏതൊക്കെ വിധത്തിലാണ് അവർ ചെറിയ അഡ്മിനിസ്ട്രേഷൻ നടത്തിക്കൊണ്ടത്, അവിടെയും 6 കമ്മിറ്റി ഉണ്ട്, 5 വിധത്തിലാണ്. ആദ്യത്തെ കമ്മിറ്റി ഇൻഡസ്ട്രി ക്രാഫ്റ്റ്, രണ്ടാമത്തെ കമ്മിറ്റി പുറത്തുനിന്ന് വരുന്നവരുടെ കാര്യങ്ങൾ, മൂന്നാമത്തെ കമ്മിറ്റി ജനന മരണ റെക്കോർഡ് ചെയ്യുക, നാലാമത്തെ കമ്മിറ്റിയിൽ വരുന്നത് വ്യവസായം, വെയിറ്റ്, മാർക്കറ്റ്, ഇതൊക്കെ ചെയ്യുക. 5ാമത്തെ കമ്മിറ്റിയിൽ വരുന്നത് വന്നു പോകുന്നത് സാധനങ്ങൾ മാർക്കറ്റിൽ കൊണ്ടുവരുന്നത് പുതിയതാണോ പഴയതാണോ എന്ന് അന്വേഷിക്കണം, അങ്ങനെ ചെയ്യുന്നു. അവസാനത്തത് നമ്മൾ കിട്ടുന്ന സാധനങ്ങൾക്ക് ടാക്സ്, സെയിൽസ് ടാക്സ് മര്യാദയ്ക്ക് കൊടുക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കുന്നു. ഇനി പ്രൊവിൻഷ്യൽ അഡ്മിനിസ്ട്രേഷനിലും മൗര്യൻസിന്റെ വളരെ സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ ആണ് വരുന്നത്. കൂടാണ്ട് പല ഭാഗങ്ങളായിട്ട്, രാജ്യത്തിനെ പല ഭാഗങ്ങളായിട്ട് മറിച്ച് പ്രൊവിൻഷ്യലും ലോക്കലും ആക്കും. അങ്ങനെ അവരും മഹാമാത്യാസാണ് ഈ സപ്പോർട്ട്, ഗവർണറിന്റെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. സ്വർണഗിരി എന്ന് പറയുന്നത് സദേൺ സൈഡ്, ഇന്ത്യയുടെ സദേൺ സൈഡ്, അവിടെ ആര്യപുത്ര എന്ന് പറഞ്ഞിട്ട് ഒരു ആളുടെ അടുത്ത് വെച്ചിട്ടാണ് അവർ നോക്കുന്നത്. യുദ്രമൻ യമനാർ ഗവർണർ പറയുന്നുണ്ട് നമ്മുടെ അശോകന്റെ സമയത്തില്. പുഷ്യമിത്ര വാസ് ദ ലാസ്റ്റ് റൂളർ, ആ സമയത്ത് ഗവർണർ ആയിരുന്നു എന്നുള്ളതും മൗര്യൻ ടൈമിൽ പറയുന്നു. ഇനി ലോക്കൽ അഡ്മിനിസ്ട്രേഷനിലും ജനപദ ആഹാരാസ് എന്ന് പറയും. ഡിസ്ട്രിക്ട് ലെവലില് ഡിവിഷൻ വരുമ്പോ ഈ ഡിവിഷൻസ് 5 വർഷത്തിലൊരിക്കൽ അവര് ടൂർ പോകണം. ടൂർ പോയി അശോകന്റെ ദാമാന്റെ പ്രിൻസിപ്പിൾസ് ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കണം. പ്രതീക്ഷ എന്ന് പറയുമ്പോഴത്തേക്കും അവരെല്ലാവരും ഇൻചാർജ് ആണ്, ഓരോ രാജ്യത്തിന്റെയും അല്ലെങ്കിൽ ഡിസ്ട്രിക്റ്റിന്റെയും ഇൻചാർജ് ആണ്. ലാൻഡിനെ സർവേ ചെയ്ത് അതിന്റെ അസസ്മെന്റ് എടുത്ത് അതിന്റെ കളക്ഷൻ എങ്ങനെയുണ്ട്, നിയമം എങ്ങനെ നടത്തുന്നു, ഇതൊക്കെ അവരുടെ കാര്യങ്ങൾ ലോക്കൽ അഡ്മിനിസ്ട്രേഷനിൽ വന്നിരുന്നു. ലോക്കൽ വളരെ അതിനും താഴെ വരുമ്പോഴത്തേക്കും അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ സാത്യന്യ എന്ന് പറയും. ഇവിടെ 800 വില്ലേജ് ആണ് ഒരു ക്വാർട്ടറിൽ വരിക. ദ്രോണമുഖ എന്ന് പറയുന്നത് 400 വില്ലേജ്, കവിട്ട എന്ന് പറയുന്നത് 200 വില്ലേജ്, സംഹാരക എന്ന് പറയുന്നത് 10 വില്ലേജ്. ഈ വില്ലേജ് ഒക്കെ സ്മോളസ്റ്റ് യൂണിറ്റ് ആണ്. ഏറ്റവും താഴ്മയായിട്ടുള്ള ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മൾ അഡ്മിനിസ്ട്രേഷനിൽ നോക്കുമ്പോൾ വില്ലേജ് ആണ്. അല്ല, ഇത് വില്ലേജ് അഡ്മിനിസ്ട്രേഷൻ. ഈ സിസ്റ്റത്തിൽ നിന്നൊക്കെയാണ് നമ്മളിപ്പോൾ വില്ലേജ് പരിഷത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വില്ലേജ് അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മളുടെ സിസ്റ്റം അതിന്റെ ബേസ്ഡ് ആണ്. സ്ഥാനിക എന്ന് പറയുന്ന ഓഫീസറാണ് ഡിസ്ട്രിക്ട് ലെവലില് നമ്മളുടെ കളക്ടർ എന്ന് പറയാം. ഡിസ്ട്രിക്ട് ലെവലില് അങ്ങേർക്ക് താഴെ വരുന്നത് ഗോപാസിന് ശേഷം വരുന്നത് ഗ്രാമിക, അതായത് ഓരോ വില്ലേജിന്റെയും ഹെഡ്മാൻ ആണ് ഗ്രാമിക എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഡിവിഷൻ ചെയ്ത് വരുമ്പോൾ അവിടത്തെ അഡ്മിനിസ്ട്രേഷൻ അവർ ലോക്കലായിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു പിരമിഡിന്റെ ഫോമിലേക്കായിരിക്കും ഈ അഡ്മിനിസ്ട്രേഷൻ വരിക. ലോ ലെവലിൽ നിന്ന് ഇങ്ങനെ വീതി കൂടി അല്ലെങ്കിൽ നമ്പർ കൂടി സെന്ററിലേക്ക് വരുമ്പോഴത്തേക്കും ആ അഡ്മിനിസ്ട്രേഷൻ ടു ദ പോയിന്റ് ഓഫ് കിങ്ങിന്റെ ലെവലിലേക്കാണ്. അത്രത്തോളം എഫിഷ്യന്റ് ആയിട്ട് അവര് വിഭജിച്ച് ഓരോരുത്തർക്കും ഡ്യൂട്ടി കൊടുത്ത് അല്ലെങ്കിൽ സ്ഥാനം കൊടുത്ത് അക്കൗണ്ടബിൾ എന്ന് പറയാം. ഞങ്ങൾക്ക് ഉത്തരം പറയണം. നമ്മൾ അധികാരം തന്നാൽ അതിനെ വളരെ വിധത്തിൽ ഉപയോഗിക്കുക, അതിന് നമുക്ക് വേണ്ട കാര്യങ്ങൾ തിരിച്ചു പറയാം. അപ്പോൾ ഈ ലെവലിലുള്ള അഡ്മിനിസ്ട്രേഷൻ വരുമ്പോഴാണ് എത്രത്തോളം നമുക്ക് പെർഫെക്റ്റ് ആണ് അവരുടെ സിസ്റ്റം എന്ന് മനസ്സിലാക്കുക. ഇനി ഈ ധാരണ എന്താണ്, മൗര്യൻ സ്റ്റേറ്റിന്റെ ധാരണ എന്തായിരുന്നു? ഒരു സെൻട്രലൈസ്ഡ് ഗവൺമെന്റ് കൊണ്ടുവന്നാൽ കൂടെയും അതിനെ കറക്റ്റായിട്ട് യൂണിഫൈഡ് ആയിട്ട് അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് ഘട്ടം ഘട്ടമായിട്ട് വളർത്തിക്കൊണ്ടുവരിക. പിന്നെ ആ കാലഘട്ടങ്ങളിൽ നമ്മൾ മൊണാർക്കിയുടെ ഗവൺമെന്റ്, രാജാവിന്റെ രാജഭരണവും കൊണ്ടു ഇതൊരു വിധത്തിൽ റിപ്പബ്ലിക്കൻ സ്റ്റേറ്റ് മാതിരി നമുക്ക് നോക്കാമല്ലോ. പദം ആൾക്കാർക്ക് സ്ഥാനം കൊടുക്കുക, അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ള ലെവലിലും അതും കണ്ടിരുന്നു. പിന്നെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള എന്താ വെച്ചാൽ എല്ലാവിധ കൾച്ചറും ഇവിടെ മെർജാവുന്നുണ്ട്. ദാമ പോളിസിയിൽ എല്ലാവിധ കൾച്ചറും മെർജാവുന്ന അശോകന്റെ പോളിസികൾ. അത് മാത്രമല്ല, അത് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്, ഒരു സ്ഥലത്തും ഒതുക്കുന്നില്ല, വിഭജിച്ചു കൊണ്ടുവരുന്നു. എല്ലാ സ്ഥലങ്ങളിലേക്കും ആൾക്കാരെ വിട്ട് അതിനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നു. പിന്നെ ഈ കിട്ടിയിട്ടുള്ള ടാക്സിന്റെ മെക്കാനിസം, അതുകൊണ്ട് വളരെ കറക്റ്റ് ആയിട്ടുള്ള ടാക്സ് കളക്ഷൻ ചെയ്യുന്ന ടാക്സിനെ പ്രോപ്പറായിട്ട് വേണ്ട വിധത്തിൽ ഉപയോഗിക്കുമ്പോൾ അവിടെ നമുക്ക് എക്കണോമിക്കലായിട്ട് അല്ലെങ്കിൽ അവർ സാമ്പത്തികമായിട്ടും ഇംപ്രൂവ്മെന്റ് വരുന്നുണ്ട്.
അടുത്തതായിട്ട് നമ്മൾ മൗര്യാസ് റിവൈസ് എന്ന് പറഞ്ഞ റോമില താപ്പാർ എഴുതിയ ഒരു ബുക്കാണ്. ഇതിൽ പറഞ്ഞിട്ടുള്ളത് 3 ടയർ സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ. 3 ടയർ സിസ്റ്റം എന്ന് പറയുമ്പോൾ മെട്രോപൊളിറ്റൻ വലുതായിട്ടുള്ള സ്റ്റേറ്റ്, അതായത് മഗധൻ സ്റ്റേറ്റ്. പിന്നെ വരുന്നത് കോറായിട്ടുള്ളത് വെച്ചാൽ ഏരിയാസ് കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, എന്നാൽ മെട്രോപൊളിറ്റൻ സിസ്റ്റം മാതിരിയല്ല. അതാണ് കോസല, വത്സ, അവന്തി, ഗാന്ധാര. അങ്ങനെ ഒരു കോറ് 3 സിസ്റ്റത്തില് രണ്ടാമത്തത് കോറാണ്. മൂന്നാമത്തത് പെരിഫെറൽ എന്ന് പറയും. പെരിഫെറലിൽ വരുമ്പോഴത്തേക്കും ഈ സ്ഥാനങ്ങൾ അല്ലെങ്കിൽ ഈ സിസ്റ്റം ഉപയോഗിക്കുന്നത് രാജ്യത്തിൽ നിന്ന് മഗധ സിറ്റിയില് അല്ലെങ്കിൽ ക്യാപിറ്റലിൽ നിന്ന് കുറച്ച് വളരെ ദൂരെ ഉള്ളവരാണ്. അപ്പൊ അവരുടെ കാര്യങ്ങൾ നോക്കുന്നു. ആ കാര്യങ്ങൾ നോക്കിയിട്ട് അവർക്ക് വേണ്ട ഉപദേശങ്ങൾ കോറ് വഴിയും ഒക്കെയാണ് കൊടുക്കുന്നത്. സോ ഈ വിധത്തിൽ 3 ടയർ സിസ്റ്റത്തിൽ വളരെ കറക്റ്റായിട്ട് ആ നമ്മളുടെ ഗവൺമെന്റ് അല്ലെങ്കിൽ മൗര്യൻ ഡൈനാസ്റ്റി സമയത്ത് മഗധൻ ടൈമിൽ കൊണ്ടുപോയിരുന്നതുകൊണ്ട് വളരെ കാര്യക്ഷമതയോടെ ചെയ്യാൻ പറ്റിയെന്നറിയാം. ഇത് തമ്മിലുള്ള ബന്ധം മെട്രോപൊളിറ്റൻ സ്റ്റേറ്റും കോറും പെരിഫെറലും തമ്മിൽ ഓരോ ഏരിയയ്ക്കും വേരിയഡ് ആണെങ്കിൽ കൂടെയും തന്നെ അതിനെ വളരെ കാര്യമായിട്ടാണ് അവരെ ബേസ് ചെയ്ത് കൊണ്ടുപോയിട്ടുള്ളത്. കാരണം ഈ നാട്ടിൽ നിന്ന് കിട്ടുന്ന റിസോഴ്സസ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ആൾക്കാര്, അത് ഹ്യൂമൻ റിസോഴ്സ്, മനുഷ്യന്റെ കൂട്ടം. എത്രത്തോളം മനുഷ്യന്മാരെ എത്ര കൂടുതൽ പോപ്പുലേഷൻ ഉണ്ടെങ്കിൽ ആ പോപ്പുലേഷനെ നമുക്ക് യുദ്ധത്തിൽ കാലാൾപ്പടയായിട്ട് ഉപയോഗിക്കാം. ആ സ്ഥലങ്ങളിൽ കിട്ടുന്ന കോർ എന്ന് പറയുമ്പോൾ നമ്മൾ മെറ്റൽസ്, മിനറൽസ്, അയണൊക്കെ ഉപയോഗിക്കുന്ന കണ്ടു. അല്ലെങ്കിൽ അതൊക്കെ നമ്മൾ എങ്ങനെ അതിനെ ഉപയോഗിക്കുന്നു. എല്ലാവിധമായ നാച്ചുറൽ റിസോഴ്സസിനെ വേണ്ട വിധത്തിൽ ഉപയോഗിച്ചത് കൊണ്ടാണ് അവർക്ക് അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിലേക്ക് പോകാൻ പറ്റിയത്. ഇനി ഇതിന്റെ കാരണം കൊണ്ട് അവരുടെ സാമ്പത്തികം വളരെ നല്ലൊരു സാമ്പത്തിക സ്ഥിതി അവർക്കുണ്ടായി. ഏറ്റവും ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ അഗ്രികൾച്ചർ അല്ലെങ്കിൽ കർഷകന്റെ അഗ്രികൾച്ചർ, വ്യവസായം, കൃഷി ചെയ്യുക, അതാണ് ആദ്യത്തെ മെയിൻ ആയിട്ടുള്ള അവരുടെ സാമ്പത്തിക ശേഷി. പിന്നെ വരുന്നത് ഈ പല വിധത്തിലുള്ള ടാക്സുകൾ അല്ലെങ്കിൽ കരം നമ്മൾ കളക്ട് ചെയ്യുന്നതനുസരിച്ച്. പിന്നത്തെ വരുമ്പോഴത്തേക്കും മാനുഫാക്ചറിങ് യൂണിറ്റ്, ടെക്സ്റ്റൈൽ മാനുഫാക്ചറിങ്, ഈ തുണി ഉണ്ടാക്കുക, ആ ഇൻഡസ്ട്രി ഉണ്ടായിരുന്നു. അതിൽ കൂടുതലായിട്ട് വേവിങ്ങിനും ഡൈയിങ്ങിനും ഒക്കെ സ്ത്രീകളാണ് ഉപയോഗിച്ചിരുന്നത്. പിന്നെ വരുന്നത് വ്യവസായം, ബിസിനസ്, ട്രേഡ് ആൻഡ് കോമേഴ്സ്, അതും റെഗുലർ ആയിട്ട് ചെക്ക് ചെയ്തുകൊണ്ട് പോയിരുന്നുണ്ട്. ക്രാഫ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ്, ഗിൽഡ് എന്ന് പറഞ്ഞാൽ ഒരേ തരത്തിലുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ ഉപയോഗങ്ങൾ കൂടെ നെയ്യുന്നവരാണെങ്കിൽ അവരുടെ ഒരു ഗിൽഡ് ഓർഗനൈസേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഈ വിധത്തിൽ സൊസൈറ്റി എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ 7 ഗ്രൂപ്പ്. ഈ 7 ഗ്രൂപ്പില് മജിസ്ട്രേറ്റ് ദണ്ഡയിൽ വരും, കൗൺസിലേഴ്സ് രാജാവിന്റെ സഹായികളായിട്ട് വരും, ഫിലോസഫേഴ്സ് രാജാവിന് എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉപദേശങ്ങളും ചെയ്യുന്ന ഫിലോസഫേഴ്സ് ഉണ്ട്. പിന്നെ സോൾജിയേഴ്സ് ഉണ്ട്, അതായത് യുദ്ധത്തിൽ ഇറങ്ങുന്ന കാലാൾപ്പടയുണ്ട്. പിന്നെ കൂടാണ്ട് അഗ്രികൾച്ചറിൽ അല്ലെങ്കിൽ ഫാർമില് കൃഷി ചെയ്യുന്ന കർഷകരുണ്ട്. പല വിധത്തിലുള്ള ആൾക്കാർ, ഈ 7 ഗ്രൂപ്പാണ് ആകമൊത്തം സൊസൈറ്റി ആയിട്ടുള്ളത്. ആ സൊസൈറ്റി അവര് രാജാവിന്റെ സഹായത്തിന് ചെയ്തിരുന്നു. ഇനി ഇതില് വേറൊന്ന് നോക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഒരാളും അവനവന്റെ പ്രൊഫഷൻ വിട്ട് മാറാൻ പാടില്ല, ഒരാളും അവനവന്റെ വർണ്ണം വിട്ട് മാറാൻ പാടില്ല. ഇതൊക്കെ ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ സൊസൈറ്റിയില് വർണ്ണാശ്രമം, അതായത് ജാതി, കുലം എന്നുള്ളത് ഉണ്ടായിരുന്നു. നമ്മൾ പറയും എന്റെ കുടുംബത്തിൽ നിന്ന് ക്ഷത്രിയനെ മാരേജ് ചെയ്യണം, ഗോത്രം മാറിയാലും ക്ഷത്രിയനായിരിക്കണം എന്നുള്ളതാണ്. പിന്നെ വൈഫില് ലേഡീസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവർക്ക് ഒരു രാജാവിന് 1-2 ഭാര്യമാരെ കല്യാണം കഴിക്കാം. മെയിൽ ഡോമിനേഷൻ, അച്ഛനാണ് പ്രധാനം അല്ലെങ്കിൽ മെയിലാണ് കൂടുതൽ പ്രാധാന്യം ഉണ്ടായിരുന്നത്. സ്ത്രീകൾക്ക് പല വിധത്തിലുള്ള ജോബുകൾ ഉണ്ടായിരുന്നെങ്കിൽ കൂടെയും എല്ലാത്തിനും അവർക്ക് നടത്തിയിരുന്നു. അവർക്ക് സ്ഥാനം വരുന്നില്ല, മെയിലിന്റെ ഒപ്പം അല്ലെങ്കിൽ പുരുഷ മേധാവിത്വം തന്നെയാണ് നടത്തിക്കൊണ്ടത്. ഇങ്ങനത്തെ കാര്യങ്ങള് സ്റ്റേറ്റ് വളരെ ഗ്രൂപ്പായിട്ടും സ്റ്റേറ്റിന്റെ ഇംപ്രൂവ്മെന്റിനും വേണ്ടി അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഇംപ്രൂവ്മെന്റിനും വേണ്ടി വളരെ കറക്റ്റ് ആയിട്ടാണ് അവര് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. പോസ്റ്റ് മൗര്യൻ ടൈമിൽ നമ്മൾ കാണുന്നു, മൗര്യൻ ഡൈനാസ്റ്റിന്റെ ശേഷം
പല വിധത്തിലുള്ള ചെറിയ ചെറിയ ഡൈനാസ്റ്റീസ് വളരുന്നുണ്ട്. അതിനെയാണ് പോസ്റ്റ് മൗര്യൻ എന്ന് പറയാ. അത് സദേൺ സൈഡിൽ നമുക്ക് 3 ഡൈനാസ്റ്റി ചോളചേര പാണ്ഡ്യ വരുന്നു. ഇവരൊക്കെ ചെറിയ ഡിസ്റ്റൻസ് ഉണ്ടാക്കി വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ കൂടെയും ട്രൈബൽ പോളിസീസിൽ അവര് ഇൻഡോ ഗാഞ്ചറ്റിക് ഏരിയയിൽ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ മൗര്യന്മാരുടെ അവസാന കാലഘട്ടത്തിൽ നമ്മൾ എത്തിയിരിക്കുന്നു. അവര് എന്താ ഉദ്ദേശിച്ചിരുന്നത്, അവരെ ഏറ്റവും കൂടുതലായിട്ട് ശ്രമിച്ചത് എന്തൊക്കെയാണ്? മൗര്യൻ ഡൈനാസ്റ്റി, അതായത് പോസ്റ്റ് മൗര്യൻ ടൈമില് ബ്രാഹ്മണിക്കൽ സൊസൈറ്റീനെ ഒന്ന് റിവൈവ് ചെയ്യാൻ നോക്കി. ഇന്ററായിട്ട് അല്ലെങ്കിൽ കൾച്ചറലി അവർ പരസ്പരം മിങ്കിൾ ചെയ്തു. അത് മാത്രമല്ല മൊണാർക്കീസ്, ബാക്കിയുള്ള ഫോറിനിൽ നിന്ന് വന്നിട്ടുള്ളവരായിട്ടുള്ള മൊണാർക്കീസ് സമ്പ്രദായം, നമ്മൾ സെലൂക്കസ് നിക്കേറ്റയുടെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ്, മൊണാർക്കിക്കൽ ഗവൺമെന്റ് സപ്പോർട്ടോടുകൂടി, ഫോറിൻ ആൾക്കാരുടെ സപ്പോർട്ട് കൂടി നടത്തി. പിന്നെ എല്ലാ വിധത്തിലും നമ്മളുടെ സിറ്റികളും നഗരങ്ങളും ക്രാഫ്റ്റ് വർക്കുകളും വ്യവസായങ്ങളും ട്രേഡും എല്ലാം വലുതായി അവർ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് വളരെ ക്ലിയർ ആയിട്ടാണ് നടത്തിക്കൊണ്ടു പോയിരുന്നത് എന്നുള്ളതാണ് നമുക്ക് ദൃഷ്ടാന്തങ്ങൾ പറയുന്നത്. അപ്പോൾ ഈ ഭാഗത്തോടു കൂടി ഈ ചാപ്റ്ററിന്റെ അവസാന ഘട്ടത്തിലേക്ക് ഞാൻ എത്തുകയാണ്. നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ വളരെ കാര്യമായിട്ട് വായിച്ച് മനസ്സിലാക്കണം. കുറേ കാര്യങ്ങൾ ഇനിയും ഉണ്ട്, പക്ഷെ ഈ ഒരു മണിക്കൂറിൽ പറയാൻ പറ്റില്ല. നിങ്ങൾ സ്റ്റഡി മെറ്റീരിയൽ നല്ലപോലെ റെഫർ ചെയ്യുക. ബ്യൂട്ടിഫുൾ ചാപ്റ്റർ ആണ് ഇത്. പഠിക്കാനും ഇൻട്രസ്റ്റോടെ വായിക്കുക, പ്രിപ്പയർ ചെയ്യുക പരീക്ഷയ്ക്ക്. നന്ദി, നമസ്കാരം.